ഏത് ദുർഘടം പിടിച്ച പാതയും മാത്തുക്കുട്ടിക്ക് ഷോർട്ട് കട്ടാണ്. മനസ്സിലായടാ? താഴെ തടയിട്ടാൽ മാത്തുക്കുട്ടി മേലെ കൂടെ വരും, മൂക്കിലിട്ടാ മാത്തുക്കുട്ടി വായിക്കൂടെ വരും. അതാണ് മാത്തുക്കുട്ടിയുടെ പോളിസി. അതാണ് മാത്തുക്കുട്ടിയുടെ പോളിസി. ഇതെന്നതാ കാതില്? ഇത് മലയാറ്റൂർ പള്ളിയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഒരു കടുക്കൻ. കടുക്കനോ? അതെ, കടുക്കൻ. നിനക്ക് ധാരാളം ശത്രുക്കളുണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നീ അത് സംസാരിച്ച് തീർക്കണം. ആദ്യം സംസാരിക്കാറാണ് പതിവ്. എങ്ങനെയാ നീ സംസാരിക്കാറ്? സൗമ്യമായി സംസാരിക്കൂ മാത്തുക്കുട്ടി. പന്ന നായൻ കിടാങ്ങളെ. മാത്തുക്കുട്ടി, നിനക്ക് നല്ല വാക്കുകൾ ഉപയോഗിച്ച് സൗമ്യമായി സംസാരിക്കാൻ അറിയില്ലേ? അറിയാം. പിതാക്കന്മാരില്ലാതെ ജനിച്ച വൃത്തികെട്ട പുത്രന്മാരെ. കണ്ടാൽ എത്ര യോഗ്യൻ. നീ ആ കണ്ണുകളൊന്ന് അടച്ചേ. എന്തിനാച്ചോ? കണ്ണുകൾ അടച്ച് നിന്റെ ശത്രുക്കളെ എല്ലാം ഒന്ന് മനസ്സിൽ കണ്ടേ. ഇനി പറയാ, ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ പറയണോ? പിന്നെ ഞാൻ പറയണോ? അല്ല, ഞാൻ പറയാം. എന്നാ പറയും. ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, നല്ല വ്യക്തമായി ഉറക്കെ പറയണം. ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. എന്റെ മോ സാക്ഷാൽ കർത്താവ് ഈശോ മിശിഹായ്ക്ക് പോലെ ഉണ്ടായിക്കാണില്ല ഇത്രയും പരീക്ഷണങ്ങളും പീഡനങ്ങളും. എന്തായാലും ഇച്ചാന്റെ മുഖത്ത് ഒരു വെളിച്ചം വന്നിട്ടുണ്ട്. പണ്ട് ആളുകളെ ഞാൻ അടിച്ചിടുമ്പോ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പെണ്ണാ നീ. നിനക്ക് ഇത് എന്നാ പറ്റി കൊച്ചെ, എന്നെ കൊണ്ട് ഈ കുരിശടിപ്പിക്കാൻ? ഓരോരോ സ്വപ്നങ്ങൾ കാണുമ്പോ ഞെട്ടി ഉണരുക. കണ്ണടച്ച കാണുന്നത് തലയും കൈയൊക്കെ വേർപെട്ട് കിടക്കുന്ന ഇച്ചാന്റെ രൂപം. വേണ്ട, ഇനി ഒന്നിനും. ശരി, നിർത്തി. നീ നിർത്താൻ പറഞ്ഞാൽ നിർത്താനേ ഉള്ളൂ ഈ മാത്തുക്കുട്ടി. അതാ എന്റെ പോളിസി. ഫാദർ റോസമ്മേ, ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഇവൻ വളരെ പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛോ? എങ്ങോട്ടിറങ്ങാൻ? ഇനി നീ യേശുവിന്റെ മകനാണ്. യേശുവിന്റെ മോൻ. റോസമ്മേ, ഒരു 2 മാസം ഇവൻ ഇവിടെ നിൽക്കട്ടെ. ആയിക്കോട്ടെ ഫാദർ. 2 മാസം. പ്രൈസ് ദി ലോർഡ്. പറയൂ ബ്രദർ. മാത്തുക്കുട്ടിയെ കാണണമെന്ന് പറഞ്ഞ ഒരുത്ത കാറുമാട്ടിന്റെ പുറകെ നടക്കുക. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. വല്ല കൊട്ടേഷൻ പാർട്ടിയും ആയിരിക്കും. ആണെങ്കിൽ എന്താ, 4 ചക്രവും വാങ്ങി ഇവിടെ വന്ന് ലാവിഷായിട്ട് ധാന്യവും കൂടിക്കൂട്. അവരെങ്ങാനും ഇതിനകത്ത് കയറിയ തന്റെ കണ്ണൂത്തി പൊട്ടിക്കും. മാത്തുക്കുട്ടി പറഞ്ഞത് കേട്ടില്ലേ? പോടാ ബ്രദർ. വിട്ടോ വിട്ടോ, പുറത്തോട്ട് വിട്ടോ. മാത്തുക്കുട്ടിയെ കാണാൻ ചെന്ന കണ്ണു പോവും. പിന്നെ റോസമ്മ പറഞ്ഞതാണ് കേട്ടോ. യേശുവിന്റെ നാമം വാഴ്ത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. 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 Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise the Lord. സദാനന്ദ. എവിടായിരുന്നു?
ബോസ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴാ ടൂറിന് പോയത്. എന്നാ പിന്നെ അയാൾ ടൂറായിട്ട് വരട്ടെ. ടൂർ അയ്യോ, അങ്ങനെ പറയരുത്. അക്കൗണ്ട് സെക്ഷനായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും, ഞാൻ ചെക്ക് വാങ്ങിച്ചോളാം. അക്കൗണ്ടന്റ് ബിസിയാ സാറേ. സാറ് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു വാ. എങ്കിൽ ഞാൻ താഴെ ഒരു കാപ്പി കുടിച്ചോണ്ടിരിക്കാം. ഓ ശരി. അല്ല, എന്നെ വിളിക്കണേ. ആ Okay. Yeah, I have it with me. Let me check it. Please wait. Okay. Hey! കുട്ടി, പിന്നെ കുട്ടി. അയ്യോ, Meeting കഴിഞ്ഞോ? ഇല്ല, അല്പം കഴിഞ്ഞ് അവര് വിളിക്കാന്ന് പറഞ്ഞു. അയ്യോ, Oh God. I'm it's really okay. sorry. Coffee മുഴുവൻ ഷർട്ടിലായി. ആണല്ലേ? ഈ കോലത്തിൽ ഇനി മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. അവരെപ്പോ വിളിക്കുന്നു അറിയില്ല. I'm extremely sorry. ഇത് ഓഫീസ് ഏരിയ ആണ്. ഇവിടെ അടുത്ത് കടയൊന്നുമില്ല. അല്ല, ഒരു ഷർട്ട് വേറെ ആ ഷർട്ടിങ് അഴിച്ചു തരൂ, ഞാൻ കഴുകി തരാം. അയ്യോ, അതൊന്നും വേണ്ട. നാണിക്കണ്ട മാധവ. ഇല്ല, ഞാൻ അഴിച്ചോളാം. ഈ ജാക്കറ്റ് ഇട്ടോളൂ. അല്ല, ഇതിപ്പോ എവിടെ കൊണ്ട് കഴിയൂ? അഴുക്കി വേഗം കഴുകിയിലേക്ക് കറ പോവില്ല. അയ്യോ, ദാ. അയ്യേ, ശ്ശെ. എന്ത് യെസ്, കറ പോയി. ഇനി ഒന്ന് ഉണങ്ങി കിട്ടിയാ മതി. ഹലോ, സദാനന്ദ റെഡിയാ? ഇടേ, ഞാൻ ഷർട്ട് ഇടാതെ വന്നാൽ ചെക്ക് കിട്ടുമോ? ഇല്ലേ? എന്നാ വേണ്ട, അത്ര തന്നെ. എനിക്ക് പ്രാന്താ. നീ ആവശ്യമില്ലാത്തൊന്നും ചോദിക്കണ്ട. എനിക്ക് ചെക്കിപ്പോ വേണ്ട. അത് തന്നെ, എനിക്ക് ചെക്കിപ്പോ വേണ്ട. ഞാൻ കാരണം ഈ ദിവസം മുഴുവൻ നാശമായി പോയി അല്ലേ? അയ്യോ, സാരമില്ല. മീനാക്ഷി പൊയ്ക്കോ. എനിക്ക് ഒരിടത്തും പോകാനില്ല. എമിഗ്രേഷനിൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു വിസയുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇനി ഇത് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഷർട്ട് ഉണങ്ങുന്നവരെ ഞാൻ കൂട്ടിരിക്കാം. അത് കഴിഞ്ഞ് ഞാൻ നാളെ പോവാ ന്യൂയോർക്കിലേക്ക്. ഓ, പിന്നെ എപ്പോഴാ വരിക? ഇനി ഇങ്ങോട്ടില്ല, അച്ഛൻ അങ്ങോട്ട് വരും എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ. ഓ, ഞങ്ങളുടെ ഒരു റിലേറ്റീവാ മണവാളൻ. ലവ് മാരേജാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിലെയുള്ള പരിചയമാ. മാധവൻ ഈ വിധി, ഡെസ്റ്റിനി, തലയിലെഴുത്ത് എന്നൊക്കെ പറയുന്നതിൽ വിശ്വാസമുണ്ടോ? എനിക്ക് അതിൽ മാത്രമേ വിശ്വാസമുള്ളൂ. നമ്മൾ തെളിച്ചു വിടുന്ന വഴിയിലൂടെയല്ല ജീവിതത്തിന്റെ പോക്ക്. ഒന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ കാര്യം. അമേരിക്കൻ മീനാക്ഷിയും അബുദാബി മാധവനും ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാ ഒരു കാര്യമില്ലാതെ. ഷർട്ടിൽ കുറെ കാപ്പിയും കുരു ഒഴിച്ചിട്ട് മതി വീശിയത്. ആ ഷർട്ടിങ് താ മാധവ. കഷ്ടം. സത്യം പറ, ഇത് നീ പാതി കമഴ്ത്തി കളഞ്ഞിട്ട് പാതി വെള്ളം ഒഴിച്ചല്ലടാ എനിക്ക് കൊണ്ട് തന്ന? അയ്യോ അല്ല, നോണ പറയരുത്. ഹാഫ് ബോട്ടിൽ വിസ്കിയുടെ കിക്ക് എന്താണെന്ന് നീ എന്നെ ഞാൻ പഠിപ്പിക്കുന്നു. വെള്ളം ചേർത്തിട്ടില്ല. ചത്തുപോയ എന്റെ അമ്മയാണ് സത്യം. അയ്യോ, തല്ലില്ലേ? കള്ളം പറയുന്നടാ. വിസ്കിയിൽ വെള്ളം ചേർത്തിട്ട് കുഴി നമ്മൻ തോണ്ടി എടുത്തോണ്ട് വരുന്നടാ. സാക്ഷ്യം പറയാൻ. സ്റ്റോപ്പ് ഇറ്റ്. ഞാനല്ല, ദോ അവിടെ. ഞാൻ എന്റെ സങ്കടം പറഞ്ഞ് കരയുമ്പോ വിസ്കിയുടെ വീര്യം കുറഞ്ഞതിനാണ് തനിക്ക് ദണ്ണം അല്ലേ? ഇങ്ങനെ ഒരു കള്ളുകുടിയുടെ അടുത്താണല്ലോ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ആരാണിവൻ? ഇവൻ ശരത്ത്. SHARATH, ശരത്ത്. ഇവൻ എന്താ ചെയ്തത്? കോളേജിലെ ബാറിൽ നിന്ന് ഇവനെ 4 കൊല്ലം പുറത്താക്കി. 4 കൊല്ലമാണോ 3 കൊല്ലമാണോ? ഓ, ബാറ്. ആ, ബാർ. 3 years. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു? ബോസ്, ഞാൻ വിസ്കിയിൽ വെള്ളം ചേർത്തെന്ന് പറഞ്ഞ് കുപ്പി കടലിലേക്ക് വലിച്ചെറിഞ്ഞ്. അത് ഞാൻ വലിച്ചെറിഞ്ഞത് വേസ്റ്റ് ആയതുകൊണ്ടാണ്. വെറും വേസ്റ്റ്. അതുപോലാണ് ഇതും. അവിടെ എല്ലാ ഇന്നലകളും കരുതി വെക്കാനുള്ളതല്ല. ചിലതൊക്കെ വേസ്റ്റാണ്. വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ അത് നമ്മളെ കൊണ്ടേ പോകൂ.
നിന്റെ പ്രോബ്ലം സ്മോൾ പ്രോബ്ലം അതെനിക്ക് വിട്ടേക്കൂ. ഇതൊരു കള്ളുകൂടിയന്റെ ജൽപ്പനമല്ല, എ ജെന്റിൽമാൻസ് പ്രോമിസ്. നീ എന്തിനാ കൈ പിടിച്ച് കൊടുക്കുന്ന? അല്ലൊരു ഷെയ്ക്കാൻ്റെ വേസ്റ്റ് ആക്കണ്ടെന്ന് പോയി വണ്ടി എടുക്കടാ. ഓ. നമുക്ക് എന്നെ വീട്ടിൽ കൊണ്ടുവിടാം. വാ അല്ലേ പോടാ. ഓ ആരോ ഇങ്ങോട്ട് വന്നു എന്ന് തോന്നുന്നു. ലൈറ്റ് ഓൺ ആയി. എല്ലാം കൊളമാക്കും. ഓ സോറി, നമ്മളാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആ, എല്ലാം ഞാൻ പറഞ്ഞോളാം. കോളിംഗ് ബെൽ, കോളിംഗ് ബെൽ. ആ ആരാ അത്? ഞാനാ ജോ. ഈ പാതിരാത്രി വരെ നീ ഇതെവിടെയായിരുന്നു? ഓ, വാതിൽ അവിടാണോ? ഓ, കൂടെ ആരാ ഉള്ളത്? ഞാൻ ചന്ദ്രബോസ്. കുട്ടിയുടെ ബ്രദർ മിസ്റ്റർ ശരത്തിനെ ഞാൻ വഴിയിൽ നിന്നാണ് പരിചയപ്പെട്ടത് അല്പം മുമ്പ്. പോയോ? ഓ, അവിടാണോ വാതില്? ഇതെന്താ ജയിലോ? അഴിയൊക്കെ ഇട്ടിരിക്കുന്നു. ആരാ ഇത്? ഹലോ ഹലോ. പോയോ? സോറി, ഇങ്ങനെ പാതിരാത്രിയില് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് പരിചയപ്പെടുന്ന ഖേദമുണ്ട്. ഐ ആം ചന്ദ്രബോസ്. അതെന്റെ സഹായം മണി. ഇത് ശരത്. ആരെയൊക്കെയാണ് നീ ഈ പച്ച പാതിരാക്കി കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? അത് ശരത്തല്ല ഞങ്ങളെ കൊണ്ടുവന്ന്, ഞങ്ങളാണ് ശരത്തിനെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇല്ലേ കാണായിരുന്നു ആംബുലൻസിലും സ്ട്രെച്ചറിലും ഒക്കെ ആയിട്ട് ഇവനെ കൊണ്ടുവരുന്നത്. ഇന്നിവൻ ഒരു തമാശ ഒപ്പിച്ചു. ഈ ശരത്ത് ആത്മഹത്യ, ഇവൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. ദൈവമേ, കഴിഞ്ഞു പോയ ശരീരത്തിൽ വലിയ കല്ല് കെട്ടി വെച്ച് ഇവ കായലിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. കയർ എന്റെ കാലിൽ ചുറ്റി ഞാൻ കായലിൽ വീണ് ചത്തേനെ. ഇതിന്റെ കാര്യം ചാവാൻ ഇവൻ പറഞ്ഞ കാരണം അതാ അതിലും തമാശ. കോഴ്സ് പോയി വെക്കുമ്പോ തോറ്റുപോയി. അതിന്റെ പേരിൽ ഇവന്റെ പ്ലേസ്മെന്റ് പോയി. അതിന്റെ പേരിൽ ഇവന്റെ എക്സാമിനെ തള്ളി. അതിന്റെ പേരിൽ ഇവനെ കോളേജിൽ നിന്ന് ഡീവാർ ചെയ്തു ഫോർ 3 years. അതിന്റെ പേരിൽ ഇവനെ ആത്മഹത്യക്ക്. അയ്യോ, അതിന്റെ പേരിൽ ഗുഡ് നൈറ്റ്. ആ വരൂ. മോള് ബാംഗ്ലൂരിലെ ഒരു IT കമ്പനിയിൽ CEO ആയിരുന്നു. ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയ അവള് നാട്ടിൽ വന്നൊരു സർക്കാർ ജോലി സ്വീകരിച്ചത്. ആണും പെണ്ണുമായിട്ടൊന്നല്ലേ ഉള്ളൂ. കണ്ടാപ്രായം പറയില്ലെങ്കിലും വയസ്സ് 32 ഉണ്ട്. എനിക്കത് വേണമെങ്കിൽ ഒളിച്ചു വെക്കാമായിരുന്നു. സത്യങ്ങൾ ഒളിച്ചു വെക്കേണ്ട സ്ഥലമല്ലല്ലോ ഇത്. അല്ല, പെൺകുട്ടിക്കും പ്രായം 30-ൽ കൂടുതൽ വേണമെന്നുള്ളതാ ഇവന്റെ ഡിമാൻഡ്. ചായ കുടിക്കേ? കുടിക്കാം. ചായ വേണമെങ്കിൽ ഇവിടുന്ന് ഇനിയും ഭാവിയിൽ ഒരുപാട് കുടിക്കാമല്ലോ. ആ, അതിനുമുമ്പ് ചെക്കനും പെണ്ണൊന്ന് സംസാരിക്കട്ടെ. എന്തേ വേണ്ടേ? ആയിക്കോട്ടെ. മരിയയുടെ അപ്പച്ചൻ പറഞ്ഞതുപോലെ സത്യങ്ങൾ ഒളിച്ചു വെക്കേണ്ട സ്ഥലമല്ലിത്. ഒരു കല്യാണം ആവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരണമല്ലോ. അതാ കെട്ടാൻ കുറച്ച് വൈകിയത്. മരിയയോട് എല്ലാം തുറന്നു പറയാമല്ലോ. എനിക്ക് യോജിച്ച ഒരാളെ കെട്ടുന്ന എന്റെയും തീരുമാനം. ഞാൻ വളരെ ഫ്രാങ്കാ. എന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അപ്പച്ചനും അമ്മയും വല്യമ്മച്ചയും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് എൻ്റെത്. അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നവളായിരിക്കണം എൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടി. ഓഫീസില് ദിവസം 12 പേരെ മാനേജ് ചെയ്യുന്നവളാ ഞാൻ. ഓഹോ, എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ അതല്ല പറഞ്ഞത്.
എനിക്ക് സ്വന്തമായൊരു ഫാം ഹൗസ് ഉണ്ട്. ബ്രോക്കർ പറഞ്ഞില്ലേ? ആ. അതെല്ലാം കൂടെ നോക്കി നടത്താൻ മര്യാദയ്ക്ക് ചിലപ്പോൾ ജോലി കളയേണ്ടി വരും. ഓഫീസ് ജോലിയേക്കാൾ രസകരമാണ് ഈ ഫാം ഹൗസ് പണി. അത് ഞാൻ ഉറപ്പ് തരാം. ജോലിക്ക് പോണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ആ. പക്ഷേ ഈ ഫാം ഹൗസിലെ ഗാർഡനും സ്വിമ്മിംഗ് പൂളും പിന്നെ ഈ ലവ് ബേർഡ്സിനെ ഒക്കെ നോക്കാൻ ജോലി കളയേണ്ട കാര്യമുണ്ടോ? അയ്യോ കുട്ടി ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഫാം ഹൗസ് അല്ല. 3 ഏക്കറിലെ ജൈവ കൃഷിയും 150 പശുക്കളും. പശുക്കളോ? അതെ, അവയ്ക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കണം, കുളിപ്പിക്കണം, ചാണകം വാരണം, തൊഴുത്ത് വൃത്തിയാക്കണം. പിന്നെ കറവക്കാരുണ്ടെങ്കിലും കറക്കാൻ സഹായിക്കണം. ഒരു പണി തീരുമ്പോൾ അടുത്ത പണി വരും. ഞാൻ പറഞ്ഞില്ലേ, വളരെ രസകരമാണ് ഈ പശുക്കളുടെ കൂടെയുള്ള ജീവിതം. വെരി സോറി, പശുക്കളുടെ ആ വൃത്തികെട്ട സ്മെല്ല് എനിക്ക് പിടിക്കില്ല. അല്ല, അതെ, എന്നെ ബോധിച്ചില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. പശുക്കളെ കുറിച്ച് അനാവശ്യം പറയരുത്. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പാടില്ലേ? പശുക്കളെന്ന് കേട്ടാൽ എനിക്ക് അറപ്പാ, സത്യം. ഇയാള് ദിവസം പാല് കഴിക്കത്തില്ലയോ? അത് പശുക്കളായിരുന്നല്ലയോ? അത് അറപ്പൊന്നുമില്ലല്ലോ. നിങ്ങൾ പശുക്കളുടെ കൂടെ കഴിയേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് പറ്റില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന് ചൂടാവുന്ന എന്തിനാ? നമുക്ക് നന്മ മാത്രം ചെയ്യുന്ന മിണ്ടാ പ്രാണികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് അന്തസ് വേണം. അവറ്റകളും ഞങ്ങൾ ഉള്ളതുകൊണ്ടാ ഒരു പണിയും ചെയ്യാത്ത നിങ്ങൾക്കൊക്കെ സർക്കാർ മാസം ഉരുട്ടി അങ്ങോട്ട് തരുന്നത്. അതിന് അറപ്പൊന്നുമില്ലല്ലോ. പശുക്കളെ അറപ്പാണ് പോലും. ഉമ്മാ അല്ല വീട്ടിൽ ഇരിക്കുന്നത്. എന്നാലും നീ ആ കുട്ടിയോട് അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നു. അവക്കല്ല നിനക്കിട്ടാവുന്ന തരേണ്ട. എനിക്ക് എന്റെ ഫാമും കാര്യങ്ങളും നോക്കി നടത്താൻ പറ്റിയ പെണ്ണ് മതിയെന്ന് 100 തവണ നിന്നോട് പറഞ്ഞ. ഫാമെന്ന് കേട്ടാ ചാടിക്കേറി ആ പെണ്ണ് ജോലി കളയുമെന്ന് നീ ഒരുത്തനാ പറഞ്ഞ. എടാ, അവളുടെ ഫോട്ടോ കണ്ടപ്പോ പഞ്ചപാവാണെന്ന് തോന്നിയത്. ഈ മനസ്സിലുള്ളത് മുഖത്ത് കാണിക്കത്തില്ലല്ലോ. അതല്ലേ പെണ്ണുങ്ങളുടെ മിടുക്ക്. അവക്കൊരു പശുവിന്റെ മുഖമുണ്ട്. അതാ എനിക്ക് അവളെ ഇഷ്ടമായത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓരോ ഗോതമ്പ് മണിയിലും അതാരുടെ വായിച്ചെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ പണ്ടാരക്കാലിയല്ല എന്റെ ഗോതമ്പ് മണി. പശുവിനെ അറപ്പാണ് പോലും. ആ ചാനലിലെ പെണ്ണില്ലേ ബെറ്റ്സി, പശുക്കളെ വലിയ ഇഷ്ടമാണെന്നല്ലേ അവള് പറഞ്ഞത്. ഇനി അവളായിരിക്കും നിന്റെ ഗോതമ്പ് മണി. നിനക്ക് പറ്റിയത് ലോറി പണിയല്ല, ബ്രോക്കർ പണിയാ. ഉടനെ അടുത്തതും കൊണ്ട് വരിക. ഗോതമ്പ് പണി, തേങ്ങാക്കൊല. പശുക്കളെ ഇഷ്ടമല്ല. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അബ്ദു കുപ്ലേരി. ഓർമ്മയുണ്ടല്ലോ, കണ്ടിട്ട് 8-9 വർഷമായതുകൊണ്ട് മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത്, ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്ത് പറ്റി? എന്ത് പറയാൻ, ഒരു പെണ്ണ് കെട്ടി. അവള് കളഞ്ഞിട്ട് പോയാ? അവളുണ്ട്, 2 പിള്ളേരും. സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. റിസഷൻ എന്ന സുനാമി വന്ന് അതിലിടിച്ച് എൻ്റെ പണി പോയി. ഇപ്പൊ എല്ലാരെയും ഇവിടുന്ന് നാട്ടിലോട്ട് പറഞ്ഞു വിടുവല്ലേ. പണിയില്ലാത്തത് കൊണ്ട് പട്ടിണിയാ. എന്നാ പിന്നെ നാട്ടിൽ പോയിക്കൂടെ? അവിടെ ഉണ്ടായിരുന്ന എല്ലാം വിറ്റുപിറക്കി വാപ്പയെ ഉപ്പാപ്പയെ എല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. ഇനി ഇതിനെല്ലാം കൂടെ അങ്ങോട്ട് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അവിടെ പെരുവഴി കിടക്കാനേ പറ്റൂ. ഇപ്പൊ ഞാൻ എന്ത് വേണം? സെക്യൂരിറ്റി ക്യാമറയും മറ്റും മെയിൻറ്റെയിൻസ് ചെയ്യാൻ ഇവിടെ ഒരാളെ വേണമെന്ന് ഇന്നത്തെ പത്രത്തിൽ കണ്ടു. CCTV, അതായിരുന്നു എൻ്റെ പണി. സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് നീയാണ്, ഓ സാറാണ് ഇവിടുത്തെ ഏമാനം നിറഞ്ഞത്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നലാ. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് കുറെ കാലം ഒരു മുറിയിൽ കഴിഞ്ഞവരല്ലേ. അപ്പോഴല്ലേ നീ എന്റെ ഫേവർ രൂപ വാച്ച് പഠിച്ചോണ്ട് പോയത്. അതിനുശേഷം ഇപ്പോഴാണ് നിന്നെ കാണുന്നത്. സമാധാനമായി. പഴയതൊന്നും സാറ് മറന്നിട്ടില്ലല്ലോ. സർ സ്വീറ്റ്സ്, സർ ബാലൻസ്. താങ്ക് യു സർ. എന്താ വിശേഷിച്ച്? അയ്യോ, നിന്നെ കണ്ടതിന്റെ സന്തോഷത്തിന് കഴി. വേണ്ട, അത് ഷുഗറാ. പിന്നെ മുട്ടായിൽ ഷുഗർ അല്ലാതെ ഉപ്പും മുളകും വാരിയിട്ട് വരും ആരെങ്കിലും? ഓ, അതല്ല, എന്റെ ഷുഗറിന്റെ കാര്യം പറഞ്ഞതാ. ആരോഗ്യവും പട്ടിണിയെല്ലാം കൂടെ വലിയ കഷ്ടത്തിലാ മാധവ.
055 മീനാക്ഷി. എന്റെ കാര്യം എടാ അബ്ദു, നിന്റെ സമയം കൊള്ളാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസത്തിലാ നീ എന്നെ കാണാമെന്ന്. നീ പറഞ്ഞതല്ല ശരിയാണല്ലോ. പടച്ചോനാണ് സത്യം. എന്നാ ജൂലിയുടെ കയ്യിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വെക്കോ. നല്ല ശമ്പളമുള്ള പണിയാണ്, ജീവിക്കാൻ ഇത് മതി കേട്ടാ. പടച്ചോൻ നിന്നെ കാക്കും, അല്ല സാറിനെ കാക്കും. പടച്ചോനെ, ഓ സമ്മതിച്ചിരിക്കുന്നു. Good evening, ladies and gentlemen. I am Chandra Bose. Kalishwari Sudesh Chandra Bose. Oh, sorry, Chandra Bose. ഇന്ന് ഞാൻ സ്വല്പമല്ല സാമാന്യം നന്നായി തന്നെ മദ്യപിച്ചിട്ടുണ്ട്. എത്ര കുടിച്ചാലും ഞാൻ തന്നെയാണ്. ബിക്കോസ് ഐ ആം എ ജെന്റിൽമാൻ, എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. Okay. I'm a gentleman. A perfect gentleman. I'm a gentleman. ബോസ് ഫോട്ടോ പോടാ. A perfect gentleman. ബോസ് നീ എന്നെ ഫോളോ ചെയ്യുന്നോ? നീ ആയിട്ട് ഒരു ബന്ധമില്ല. നീ എന്നെ ഫോളോ ചെയ്യാനാ. തൊടുന്നില്ല. തൊട്ടുപോരുത്. ഇന്ന് എന്റെ അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ നിന്നെ മാത്രമല്ലേ ക്ഷണിച്ചുള്ളൂ. അതെ. എന്നിട്ട് നീ ഞാൻ സ്നേഹത്തോടെ ഒഴിച്ചെന്ന് എന്റെ വിസ്കി കാനയിൽ ഒഴിച്ചു കളഞ്ഞ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാ റാസ്കൽ. അത് ഞാൻ ബോസിനെ പോലെ അല്ല. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫിറ്റ് ആവും. കട്ടില് കണ്ട അപ്പൊ ഉറങ്ങും. ഞാനും ഉറങ്ങും, പക്ഷെ കട്ടില് കണ്ടുപിടിക്കാൻ 5-6 മണിക്കൂർ എടുക്കും. ബോസ് പോടാ. ഇന്ന് എന്താവും എന്തോ. അച്ചു, ഓപ്പൺ ദ ഡോർ. അച്ചു, ഓപ്പൺ ദ ഡോർ. അച്ചു, വാതിൽ തുറക്കാൻ. അച്ചു, പ്ലീസ്. ദൈവമേ, അച്ചു. ഇനി ഇതിനെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകും? ഇതിനെ ഓട്ടോ പോകാൻ മൂടില്ലെങ്കിൽ വേണ്ട. ഞാനൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തിട്ട് പോയിക്കോളാം. പ്ലീസ് അച്ചു, ഓപ്പൺ ദ ഡോർ. ജസ്റ്റ് വൺസ്. ബോസ് അച്ചു, ഒന്ന് വന്നേ. മാഡം ഉറങ്ങിക്കാണും. നമുക്കിപ്പൊ പോയിട്ട് നാളെ രാവിലെ വന്നിട്ട് വിഷയം. ഉറങ്ങിന്നോ? എന്നിട്ട് മോളിൽ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ, കണ്ടോ? അതിപ്പോ പവർ കട്ടല്ലേ, അതായിരിക്കും ഓഫ് ചെയ്യാത്ത. ഓ ആക്കരുത്. നീ എന്താ വിചാരിച്ച ഞാൻ ഫിറ്റാണെന്നോ? ഈ സ്ട്രീറ്റ് ലൈറ്റിൽ മാത്രമല്ല, ഏത് തൂണിലും തുരുമ്പിലും ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കും. ദാറ്റ്സ് മൈ പ്രീറോഗേറ്റീവ്. മനസ്സിലായോ? അതെന്റെ അവകാശമാണ്. ഫുൾ. ഓ ആയിക്കോട്ടെ. ബോസ് ഓട്ടോ. ഓട്ടോ എന്റെ കയ്യില് നല്ല കാലുണ്ട്. ഓട്ടോ ചന്ദ്രബോസ് ഇനിയും കുടിക്കും. എത്ര കുടിച്ചാലും ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നടക്കും. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഓ പിടിച്ചില്ല, ചീത്ത പറയല്ലേ. മദ്യപിച്ചിരിക്കുന്നത് ഞാൻ, പക്ഷെ വെളിവില്ലാതിരിക്കുന്ന ഇവന്. ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാവില്ല ഇവന്. എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ച എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇറങ്ങി വരുമോ? അതും ഈ പാതിരാത്രിയിൽ. ഇടാ, ഞാൻ വെള്ളത്തിൻ്റെ പുറത്ത് എന്തോ പറഞ്ഞു, അതും കേട്ട് ഉടനെ ഒരു ഓട്ടോ എടുത്ത് ഇറങ്ങിയിരിക്കുക. മനുഷ്യനെ മാനം കെടുത്താൻ. എന്ത് ചെയ്യും? ഇങ്ങനെ ലോക തോൽവിയായി പോയല്ലോ. ഞാൻ ഇവിടെ ഇരുന്നോളാം. നീ അവിടെ കിടന്നോ? അവളെന്നല്ല, ആര് പറഞ്ഞാലും ചന്ദ്രബോസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും. എത്ര കുടിച്ചാലും ചന്ദ്രബോസ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നടന്ന് അയ്യോ ഇത്ര ഉള്ള ഞാൻ ഇനിയും കുടിക്കും. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുടിക്കും.
Please save അയ്യോ, me! എന്താ ഇത്? Please! ഏ? Please help me! അയ്യോ, ഇതാരാ? Help me, please! Somebody please save me! കടന്ന് കാണാതാ നിന്റെ ശബ്ദം കാരണം ഞാൻ വിളിക്കുന്ന മണി കേൾക്കുന്നില്ല. ഇട്ടേ മണി. അയ്യോ, Please help me, please! അയ്യോ, മണി. മണി. എവിടെ? മണി. Please! Please help! Please help me! എന്താ? ഓടിയോടാ. ആ, അവിടെയാണോ? Let me up! മണി. ദാ മണി. ബെസ്റ്റ് ഇറങ്ങാൻ കണ്ട സ്ഥലം. ഇതെന്താ മണി? ഇത്ര പെട്ടെന്ന് കെട്ടിറങ്ങിയോ? കെട്ടിറങ്ങിയതല്ല, ഒരുത്തൻ എന്റെ കാലെ കെട്ടി ഇറങ്ങിയതാ. കാലോ? അയ്യോ, ഇതാരാ? നിന്റെ അച്ഛൻ. ഏ? എന്റെ അച്ഛനോ? ഹലോ മിസ്റ്റർ, ഹു ആർ യു? വാട്ട് ഈസ് ദിസ്? ആൻഡ് വാട്ട് ഹാപ്പൻഡ്? എടാ പുല്ലേ, ഓ. ഇന്റർവ്യൂ നടത്താതെ എന്നെ പിടിച്ച് കേട്ടടാ. ഓ ശരി ശരി. കേറി വാ. കേറി വാ. സൂക്ഷിച്ച്. നിൽക്കാം. അവനെ പിടിച്ച് കേട്ടെ. എന്റെ കാല്. എന്തൊരു വെയിറ്റേഴ്സ് ആണ് പഠിക്കണോ? പിടിച്ചു കയറുക. പിടിക്കുക അവിടെ പിടിക്കേ. വാ വാ കേട്ടാ. ഇങ്ങോട്ട് വാ. ഒരാവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ ആവശ്യമുള്ളതാണ്. എന്റെ കാലിലെ കെട്ടഴി ഇതിനാണോ കാലക്കേടെന്ന് പറയുന്നത്? സമയം മോശമായാലേ നമ്മുടെ കാലേ വരെ ഇവനെ പോലുള്ളവർ കെട്ടിത്തൂങ്ങും. അയ്യോ, മര്യാദയ്ക്ക് ചാവുമ്പോ എന്നെ ഇങ്ങനെ വലിച്ചു കയറ്റാൻ നിങ്ങളോട് ആരാ മിസ്റ്റർ പറഞ്ഞത്? നീ വേണ ചത്തോ? എന്നെ കൂടെ വലിച്ചോണ്ട് പോകുന്ന എന്തിനാ? മനഃപൂർവ്വ അബദ്ധം പറ്റിയതല്ലേ? അത് ശരി. ബോസിനെ കാല് പിടിച്ചിട്ട് കൊല്ലാൻ നോക്കിട്ട് ഇപ്പൊ അബദ്ധം പറ്റിയതാണോ? നിനക്ക് ചാകാനാണെങ്കിൽ വയറ്റിലാണോ? നിന്റെ കഴുത്തല്ല കയറ് കെട്ടേണ്ടിരുന്നത്. ബോസ്, ഇവനെയൊക്കെ കാലെ കല്ല് കെട്ടി കായലിൽ താത്തിയാലേ സത്യം പറയുള്ളൂ. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? സത്യം പറ. അതൊക്കെ ഞാൻ പറയിച്ചോളാം. തൽക്കാലം നീ വണ്ടി പോയിട്ട് ഒരു കുപ്പി എടുത്തോണ്ടോ. ഈ വൃത്തിയായിട്ട് എന്റെ കാലേ തൂങ്ങിയപ്പോ ഞാൻ കുടിച്ചൊക്കെ ഇറങ്ങി പോയി. പോടാ. വെറുതെ ശരീരം പണിയെടുപ്പിക്കാൻ. ഇവളെ പെറ്റിട്ടത് ഇടുക്കിയിലാന്ന് തോന്നുന്നു. നീ ഇങ്ങോട്ട് ഇറങ്ങി. നീ ഇങ്ങോട്ട്. കാശ് എന്നാ ഒഴിഞ്ഞു. ആ കാശ് എന്നാ ഞാൻ പോയിക്കോളാം. കാശ് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? നീ ഇറങ്ങിക്കേ. നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. തന്റെ അപ്പന്റെ മടിയിലെത്തിയാണോട് എനിക്ക് പേരിട്ടത്. നീ എടി പൊടിന്നൊക്കെ വിളിക്കാൻ. സോറി സോറി. എന്താണാവോ അവിടുത്തെ പേര്? എലിയാന. എലിയാന. തന്ത അറിഞ്ഞിട്ട് തന്നെ എലിയുടെ കടിയും ആനയുടെ ചവിട്ടും. നീ പോടാ ഓട്ടാച്ചല്ലേ. നിന്നെ ഞാൻ തുപ്പരുത്. തുപ്പരുതെന്നാ പറഞ്ഞത്. എലിക്കും ആനയ്ക്കും കൂടെ എത്ര രൂപ വേണം? എന്റെ അച്ഛന്റെ ഇന്ന് നിങ്ങൾ എന്ത് വാങ്ങിച്ചോ അതെനിക്ക് മടക്കി തരണം. നിന്റെ അച്ഛൻ രണ്ട് മാങ്ങാണ്ടേ ഞാൻ നീ പോടാ. വായി തോന്നുന്ന വിളിച്ച് പറയുമല്ലോ. ഇനി വന്നേ. ഇനി വാ. ഇനി വന്നേ. ആ കാശ് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി പോവാം, നിനക്ക് നിന്റെ വഴി പോവാം. അങ്ങനെയാണല്ലോ. സമ്മതിക്കാൻ പറ്റും. എനിക്ക് വേറെ കാര്യം സംസാരിക്കാം. നീ വന്നേ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങ് വന്നേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഓ അങ്ങനെ. ആ എന്നാ വിളിച്ചോ. ഏലിയാനാ ഇനി വന്നേ. വാ. ഓക്കെ. മറ്റേ കാര്യം കൂടെ പറയണം. എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. മറ്റേ കാര്യം പറഞ്ഞു. നമ്മുടെ കാര്യം ഓക്കെ. അങ്ങനെയാ നീ വിളി. ഇനി വന്നേ. നീ അങ്ങോട്ടേക്ക്. ചെല്ല്. അതെ
ഞങ്ങളൊരു തീരുമാനത്തെത്തി. എന്താ? കുറെ നേരം ഞങ്ങൾ സഹിക്കാണ്. കാശ് തരാൻ സൗകര്യമില്ലടി പുല്ലേ. കൊണ്ടേ കേസ് കൊടുത്ത് വാങ്ങിച്ചോ. ഓടിക്കടാ, ഓടടാ. മാധവാ, അപാര തല തന്നെടാ നിന്റേത്. കേറിക്കോ, കേറിക്കോടാ. വിട് 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 വിട്, വണ്ടി വിട്. അവിടുന്ന് വരുന്നതിന് മുമ്പ് വണ്ടി വിട്. കലക്കൻ ഐഡിയ ആയിരുന്നല്ലയാ. വണ്ടി വിട്, വണ്ടി വിട്. എന്താടാ വണ്ടി വിടാത്തത്? കീ എവിടെ? അവളെടുത്ത് കാണും. കയ്യിലിട്ട് കറക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു ഡിസ്റ്റൻസ് നിൽക്കണേ. ഒരു പെണ്ണാണല്ലോ എന്ന് കരുതിയ നിന്റെ ഈ കോപ്ര ഇത്ര നേരം കണ്ടിട്ട് ഞാൻ മിണ്ടായിരുന്നത്. നിന്റെ തന്തയുടെ പണക്കിഴിയും പാക്കുപറ്റിയും നിന്റെ കയ്യിലില്ല. മേലും കീഴും ഇല്ലാതെ ചാവാൻ ഇറങ്ങി തിരിച്ചവനാ ഞാൻ. ഇടിച്ചുണക്കി ചവിട്ടിക്കൂടി വലിച്ചു കയറി കാറ്റി പറപ്പിക്കുന്നില്ല ഞാൻ. ചെറ്റ നായരായി ഈ മാധവൻ. നിന്നെ തട്ടിയതും പിടിച്ചതൊക്കെ ഏത് പണ്ടാരക്കാലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനല്ല. എനിക്കറിയാം. എന്തറിയാം? എന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാന്ന് എനിക്കറിയാം. ആര്? ഞാൻ തന്നെ. എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് കിട്ടാൻ വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ എന്നെ തന്നെ തട്ടിക്കൊണ്ടുപോയി. അത്രേ ഉള്ളൂ. ഇനി വല്ലതും അറിയണം? എന്റെ നോട്ടത്തിൽ ഈ കേസ് അത്ര പെട്ടെന്ന് തീരുന്ന ലക്ഷണം കാണുന്നില്ല. ആ സ്വർണം നാക്ക് വെച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. കാര്യം പറഞ്ഞ അപ്പൊ നാക്കിന് കുറ്റായി. എടാ, വകതിരിവോടെ ചിന്തിക്കുന്ന ആർക്കും അങ്ങനെ പറയാൻ പറ്റൂ. ഏതായാലും ഞാൻ വിചാരിച്ച പോലെ അല്ല ചക്ക്. മണിയൻ എങ്ങനെയാ വിചാരിച്ചേ? കണ്ടാൽ ആള് നീർക്കോലി പോലെയല്ലേ ഉള്ളൂ. പക്ഷെ അവൻ നീർക്കോലി അല്ല, ഇച്ചിരി കൂടിയനോ. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച ഈ വരവ്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ മണിയേട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ? ചോദിച്ചോ. അത് എന്താടി വായി നോക്കി നിൽക്കുന്ന? പൊടിയപ്പുറത്ത് ആണുങ്ങൾ വർത്തമാനം പറയണത് വായി നോക്കി നിൽക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നോട്? ഇങ്ങനൊരു സാധനം. ഈ പയ്യന്റെ പ്രായം വെച്ച് നോക്കുമ്പോ അവൻ ജനിക്കുന്ന കാലത്ത് നീ മദ്രാസിലുണ്ട്. ഉണ്ടാവാം. അന്നറിയാതെ നിനക്ക് എന്തെങ്കിലും കയ്യബദ്ധം ഇതിന് കയ്യബദ്ധം എന്നാണോ പറയുന്നത്? അല്ല, അന്ന് ഏതെങ്കിലും പെണ്ണുമായിട്ട് പൊന്നേട്ടത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഗുരുവായൂരപ്പനാണ് നിങ്ങളുടെ കർത്താവാണ് സത്യം. ഇല്ല, നീ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കിയേ. പഴയ പൂമ്പാറ്റക്കാലം, അന്നത്തെ കളികളുടെ അയ്യോ, പൂമ്പാറ്റ പോയിട്ട് ഒരു പാറ്റ പോലും ഇല്ല എന്റെ ഭാര്യ. നിങ്ങളുടെയൊക്കെ മുമ്പ് ആളാവാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അല്ലടാ, ചിലപ്പോ ഉറക്കത്തില. ഒരു മിനിറ്റ്. ഹലോ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പഴനിസ്വാമി, എന്തിനാടാ എപ്പോഴെപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്? അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന പുലിയാടാ. പിക്കടാ, പറയുവട്ട മുണ്ടം. വണ്ടി നിർത്തണം. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്റെ തലച്ചോറ് കണ്ണിക്കൂടെ പുറത്തു വരും. എവിടാ നിന്റെ പെട്ടി? എടുക്കണം. ഇങ്ങോട്ട്. ഇനി നിനക്ക് എന്താ വേണം? എന്റെ വാലറ്റ് വേണം, എന്റെ ഫോൺ വേണം, എന്റെ വാച്ച് വേണം. നിർത്തണ വണ്ടി. വണ്ടി നിർത്താൻ. നീ ആയിരുന്നോ? എനിക്ക് തോന്നി. ഒരു ഡയമണ്ട് മോതിരമുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വൃത്തികെട്ട ദിവസമാടാ കള്ള കുപ്ലേരി. ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവനാ ഞാൻ. നീ ഏതായാലും ഈ ലോകത്തിന് ഭാരമാടാ. നിന്നെ ഞാൻ കൊല്ലും. വാ, ഒരു ആത്മഹത്യ, ഒരു കൊലപാതകവും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. വാ. ഇതൊന്ന് പോക്ക്. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. നിർത്തിയില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. വെക്കടാ വെടി, വെക്കടാ വെടി. നിന്റെ വെടി കൊണ്ട് ഞാൻ ചാവും. അത് കഴിഞ്ഞ് ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു മറിഞ്ഞ് നീ ചാവും. കൊല്ലണ. ചോപ്പ് 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 സിഗ്നല്. ഞാനിപ്പോ ചാവേ. നീയല്ല, നമ്മൾ എന്നിട്ട് വീണ്ടും ജനിക്കും. എവിടെ? പെണ്ണ് 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 എന്നൊരു ജാതി ഇല്ലാത്തൊരു സ്ഥലത്ത്. പെണ്ണില്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ജനിക്കുന്നത്? മാനത്തുനിന്ന് പൊട്ടി വീഴാം.
നിനക്ക് ഭ്രാന്താണ്. എനിക്ക് ഭ്രാന്ത, എനിക്ക് ഭ്രാന്ത, എനിക്ക് ഭ്രാന്ത, മുഴുവൻ ഭ്രാന്ത്. ഞാനിപ്പോ ചാടുവേ. നീ ചാടി ചാവണോ ഇടിച്ചു ചാവണോ എന്നൊക്കെ നീ തന്നെ തീരുമാനിച്ചു. ട്രക്ക് 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 ട്രക്ക്. ജീവിതമേ ഗുഡ് ബൈ. എന്താ ഇയാള് പറയുന്നത്? കത്തി വെച്ച് കുത്തി കടലിൽ വലിച്ചെടുത്ത് നമ്മൾ എന്തിനാ ഓടുന്നത്? നീ ആ സാധനത്തിനെ കണ്ടില്ലേ? അതിന് ഞാൻ എന്തിനാ ഓടുന്നത്? എന്നാ നീ ഇവിടെ നിൽക്ക്, ഞങ്ങളോടാ. അല്ല എന്തൊക്കെ ഞാനും വരാം. നോക്കി കുടിക്കോ ഇവനെങ്ങനായ? ബിനോയ് മാത്തുക്കുട്ടി തുമാരാ ആദ്മി ഉദർ 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 വയ്ക്കോ ഉദർ വയ്ക്കോ 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 ഇങ്ങോട്ട് വാട പാമ്പേ. ഒരു സഹായം ചെയ്യാന്ന് വിചാരിച്ച യുവമാരെ കാണേയില്ല. ആ സുനാമി എന്തിനാ നമ്മുടെ പുറകെ ഓടി വരുന്നേ? നിങ്ങൾ ഇതെന്ത് പണിയാ കാണിച്ച? നിങ്ങളെ തപ്പി ഞാൻ ഇവിടെയൊക്കെ നടന്നെന്നറിയാം. എന്തിന് വന്നേ, നന്ദി പറയണോ എന്നോട്? ഇത് കണ്ട ഇവനെ അന്വേഷിച്ചല്ലേ നിങ്ങൾ നടക്കുന്നത്? പിന്നെ എന്തിനാ കിടന്ന് സത്യം പറയടാ, നീ ഇതിനെ എവിടുന്ന് ഇറച്ചി വിലക്ക് വാങ്ങിച്ചോണ്ട് വന്നതല്ലേ? അപ്പൊ ഒന്നും ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്ന് ഇയാൾക്ക് വിറ്റതും 5 കോടി രൂപ അഡ്വാൻസ് വാങ്ങിച്ചതും ഇനി ഓർമ്മയില്ല എന്ന് പറയും. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. എടാ നീ കാസിനോ വിറ്റോ? എനിക്ക് ഓർമ്മയില്ല. ഞാനൊന്ന് പറയട്ടെ. അതാണ് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഒന്ന് പറഞ്ഞേ. എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. എന്റെ മുതുകത്താ നിന്റെ ടാങ്ക് ഞാൻ കുത്തിപ്പൊട്ടിക്കും. മാത്തുക്കുട്ടി, ആ കാസിനോ വിറ്റ കാശ് നീ എന്ത് ചെയ്തു? സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എടാ ഇവനൊന്നും ഓർമ്മയില്ലെന്ന്. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്ന് പറഞ്ഞോളെ. അയാളൊന്ന് റിലാക്സ് ചെയ്യട്ടെ. റിലാക്സ് റിലാക്സ് റിലാക്സ്. എനിക്ക് ഓർമ്മയില്ല. ഈശ്വര, ഇനി ആ ഇറച്ചിയോട് ഞാൻ എന്ത് പറയും? ചുമരുമൊരു ഹോള്. സോറി, മൂത്രം കുടിച്ചു വരുന്ന വഴി ഇത്തിരി ചായ ഒഴിക്കാൻ നിരിച്ചു. നൈസ് ടു മീറ്റ് യു. ഹലോ സ്റ്റാച്ചു. മനുഷ്യനാണോ? ഇതെന്ത് ജെട്ടിയൊക്കെ ഇട്ടിട്ട്? ഇയാളാണോ ജെറ്റിലി? ജനിച്ചപ്പോ തന്നെ തൊട്ടിലിന്ന് ഇറങ്ങി വന്നോ? നിന്നോടാടാ മീസില്ലാത്ത കൊച്ചർക്ക, നിന്നോടാരെ സംസാരിക്കണമെന്ന് മനസ്സിലായോ? പന്നി, ഞാൻ പറഞ്ഞ കേക്കണല്ലേ നീ? വാടാ, ഒറ്റക്കൊറ്റക്ക് മുട്ടാ വാടാ. നീ ഒന്നും സംസാരിക്കില്ലേ? എന്നെ സംസാരിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ. അല്ല, ഇയാൾ ഇപ്പൊ എന്തിനാ നമ്മളെ ഇട്ട് ഓടിക്കുന്നത്? ഇയാള് നമ്മളെ അല്ല, നമ്മൾ ഇയാളെ ആയിട്ട് ഓടിക്കുന്നത്. അതെന്തിന്? അയാളെ താക്കോലെങ്കിലും കൊടുക്കുക. അയാളുടെ താക്കോല? ഇന്നലെ രാത്രി അയാൾ റൂമിൽ ഉറങ്ങാനായിട്ട് പോയപ്പോ അണ്ണാ നമ്മളെല്ലാം ഒന്നല്ലേ അണ്ണാന്ന് പറഞ്ഞ് ബലമായിട്ട് ആ പാവപ്പെട്ടവനെ പിടിച്ചു വലിച്ച് സക്കറിയയുടെ റൂമിൽ കടത്തിയിട്ട് ബലമായിട്ട് അയാളുടെ റൂമിന്റെ താക്കോല് പിടിച്ചു വാങ്ങിച്ചൊന്നും ഓർമ്മയില്ല. അയാളുടെ ഉടുതുണി എത്ര അയാളുടെ റൂമിലിരിക്കുക. ഇപ്പത്തെ കൈ കിട്ടി ഒരു ടയറും ചുറ്റിക്കൊണ്ടാ നടക്കുന്നത്. താക്കോല് ചോദിച്ചോണ്ട് അയാൾ പുറകെ നടക്കുക. താക്കോല് എടുത്തു കൊടുത്തേ, താക്കോല് കൊടുക്കാൻ. ബിനോയ് എന്തേ? എന്റെ ഒറ്റ ഇടിക്ക് നീ അവിടെ എത്തിയോടാ? നീ താക്കോല് കയ്യിലുണ്ടോ നോക്കി? ഞാൻ വേണ്ട, നീ താക്കോല് നോക്കും മാത്തുക്കുട്ടി. താക്കോല് വേണ്ട വേണ്ട, എന്നാ പോയിട്ട് വാ. നീ ഇത് കൊടുത്തേ. ഡോക്യുമെന്റ്സ് ടുഡേ. ഏതോ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നു. എന്ത് ഡോക്യുമെന്റ്സ്? ഈശ്വര, ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ തരാം. ഓക്കെ ഓക്കെ. എന്നെ കൊണ്ടുപോകണം. എന്തിന്? അവന്മാരല്ലേ ഡോക്യുമെന്റ്സ് വാങ്ങിച്ചത്? ഇവിടെ തടിയാ. ഞാൻ പറയൂ, നിന്റെയൊക്കെ ഡോക്യുമെന്റ്സിലാണ് എന്റെ ജീവൻ. മാത്തുക്കുട്ടി, നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റേ സ്ഥലത്തെത്തണം. ഏത് സ്ഥലം? മറ്റേ സ്ഥലം. ഏത് മറ്റേ സ്ഥലം? എടാ നിന്റെ പദ്ധതി. എനിക്കെന്ത് പദ്ധതി?
അയ്യോ മാത്തുക്കുട്ടി നാട് മുഴുവൻ പോലീസാ. അതിനു മുമ്പ് നമുക്ക് ആ ചരക്ക് അവിടെ നിന്ന് മാറ്റണ്ടേ? സക്രിയ നിനക്ക് എന്ത് പറ്റി? നീ എന്താ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? നിനക്ക് അതും ഓർമ്മയില്ലേ? ഏതും? അയ്യോ മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി ആരാ നിങ്ങള്? അയ്യോ, ഫോൺ ചെയ്യാനും നിന്റെ തന്തയോട് കാശ് ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. ഇടേ അബ്ദു, ഇവള് കുരുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ്. അവസാനം ഇറുകി മുറുകി കിടന്ന് ചക്രശ്വാസം വലിക്കും. ഞാൻ പോണു. നീ ഫോൺ ചെയ്യുന്ന ഇല്ലയോ? ഇല്ല, ചുമ്മാ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ടിപ്പോ അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ അവക്കെന്താ ഫോൺ ചെയ്താല്? അതിന് എന്റെ ശബ്ദം കേട്ട മനസ്സിലാവില്ലേ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ വിളിച്ചു? എന്റെ കയ്യിൽ ചൈനീസ് ഫോൺ ഉണ്ടായിരുന്നു. അതിൽ പല മോഡും ഉണ്ട്. പല ശബ്ദത്തിലും വിളിക്കാം. കുട്ടീന്റെ ശബ്ദം വേണോ, കിളവന്റെ ശബ്ദം വേണോ, പെണ്ണിന്റെ ശബ്ദം വേണോ, അത് ആണിന്റെ ശബ്ദം വേണോ, അങ്ങനെ ഏത് ശബ്ദത്തിൽ വേണോ എന്നിട്ട് അതെവിടെ? വിളിച്ചു കഴിഞ്ഞ ഉടനെ ഞാനത് എറിഞ്ഞു. അല്ലെങ്കിൽ പോലീസ് ഫോൺ ട്രാക്ക് ചെയ്ത് എന്റെ പുറകെ വരും. ഇടേ ഏലിയാമ്മ ഗവേഷണമൊക്കെ നടത്തിയിട്ട് ഇതിനിറങ്ങി തിരിച്ച്. ആ വിളിക്ക. ഡേ ഒന്ന് വിളിയടേ. ആ വിളി. ബെല്ലടിക്കുന്നു. പറ. തോമ. ഹലോ, തോമാച്ച സാറിനൊന്ന് കൊടുക്കും. ഞാൻ മാതാന്നാര്. എന്തിനാ പേര് പറഞ്ഞത്? അവര് ചോദിച്ചു. പിന്നെ കുടുംബ പേരും അഡ്രസ്സും റേഷൻ കാർഡ് നമ്പറും ഒക്കെ കൊടുക്കാറുന്നില്ലേ? പോലീസിന് പിന്നെ അധികം അന്വേഷിക്കേണ്ടി വരില്ലല്ലോ. ഇങ്ങനെയാണ് ഒരു കിഡ്നാപ്പർ വിളിക്കുന്നത്. ഏമോനെ സാറേ അങ്ങനെന്നൊക്കെ വിളിച്ചിട്ട് എവിടുന്ന് കിട്ടിയാടോ ഇയാളെ? പിന്നെ എന്റെ ജോലി ഡെയിലി രാവിലെ ഇറങ്ങി ഓരോരുത്തരെ കിഡ്നാപ്പ് ചെയ്യലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു തരാം. അവിടുന്ന് ഹലോ എന്ന് പറയുമ്പം എടാ തിണ്ടി നക്കി കഴിവേറി പിശുക്കൻ തോമ ഉണ്ടോടാ അവിടെ നിന്ന് ചോദിക്കണം. അതാരെ? അതെന്റെ അച്ഛനാ. അച്ഛനെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് ഞാനല്ലല്ലോ, കിഡ്നാപ്പർ അല്ലേ വിളിക്കുന്നത്. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവനെ പുണ്യം ചെയ്യണം. നിന്നെ കൊണ്ട് പറ്റുമോ ഇല്ലോ അത് പറ. താൻ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? എന്നിട്ട് അവിടെ നിന്ന് ആരാന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും ഒരു കള്ള പേരങ്ങ് പറയണം. എന്ത് പേര്? എന്തു പേരെന്നൊക്കെ ചോദിച്ചാ ഉദാഹരണത്തിന് വല്ല ബരാക് ഒബാമയെന്നോ ഗോർബച്ചോന്നോ അങ്ങനെ വായി വരുന്ന ഒരു പേര്. അതൊക്കെ ഓർക്കാൻ വലിയ പാടാ. എന്തോന്ന് ഇത്ര പാട്? എന്നാ വായിന്ന് പെട്ടെന്ന് വരുന്ന മാതിരി ഓർമ്മ പറ. തുപ്പല്. തുപ്പല്. അതിലും നല്ലൊരു പേരുണ്ട്, ഷർദിൽ. നിനക്ക് പറ്റിയ പേരാ, ഷർദിൽ കുപ്പളേരി. ഇടാ പെട്ടെന്നൊരു പേര് പറയാൻ പറഞ്ഞപ്പോ എടാ ഫോൺ എടുത്തിട്ട് എടാ പട്ടി ഇന്നതാണ് എന്റെ പേരെന്ന് പറയാൻ. ആ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ നിന്റെ അച്ഛന്റെ പേരെന്താ? മരംകൊടനൊന്നുമല്ല, മരപ്പട്ടി മമ്മദ്, മരക്കട മമ്മദ്. ആ മമ്മദ് എന്ന് പറയട്ടെ. ആ അത് കൊള്ളാം. ഇവിടൊക്കെ ഒരുപാട് മമ്മദുണ്ട്. അപ്പൊ മാധവേട്ടൻ ഫോൺ എടുത്തോണ്ട് ഇങ്ങനെ തുടങ്ങണം. എടാ തോമാച്ച, ഞാൻ മമ്മദാണ്, നിന്റെ ഉമ്മാന്റെ കെട്ടിയോ. എന്റെ വാപ്പാടെ പേര് വെച്ചിങ്ങനെ തോന്നിയ ദിവസം പറയാൻ പറ്റില്ല. ഞാൻ വിളിച്ചോളാന്ന്, നിങ്ങൾ വിളിക്കണ്ട. നല്ല തെറിയല്ലേ വേണ്ടത്. ഞാൻ ഏറ്റ്. നീ ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്തേ, എന്നിട്ട് ഇങ്ങോട്ട് മാറുന്നില്ലേ. ബാക്കി കാര്യം ഞാൻ ഏറ്റ്. ഹലോ, എടാ ആ തോമ എന്ന് പറഞ്ഞ തെണ്ടി റാസ്കൽ അവിടെ ഉണ്ടോടാ? ആ നീയായിരുന്നു. എടാ പഞ്ഞ കഴിവറടാ മോനെ. ഞാൻ അയ്യോ അതല്ല, പണം ഞാൻ കൊടുത്തയച്ചു. കർത്താവാണ് സത്യം. ആ ഡ്രൈവർ പോയ അതുകൊണ്ട് മുങ്ങി. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ചോദിക്കുന്ന കാശ് ഞാൻ തരാം. 30 ലക്ഷം വേണം. 30 ലക്ഷമോ? നേരത്തെ 10 അല്ലേ പറഞ്ഞത്? അത് കൊണ്ടുവന്നില്ലല്ലോ. അതിന്റെ ഫൈനും കൂടെ ചേർത്ത് 30 ലക്ഷം ദിർഹംസ് ഇപ്പൊ വേണം. ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോകും? ഇത്രയും പണം ആരെങ്കിലും വീട്ടിൽ വെക്കുവോ? പണം ബാങ്കിൽ നിന്ന് എടുക്കണം. അതിന് പറ്റില്ല. അതെന്ത്, തന്റെ ബാങ്ക് പൂട്ടിയാ? മണി 5 ആയില്ലേ? ഇനിയിപ്പോ ഏത് ബാങ്കിൽ നിന്ന് പണം എടുക്കും? എന്നാ രാവിലെ കൊണ്ടുപോടാ കോപ്പേ. നിങ്ങൾക്കറിയില്ലേ, നാളെ വെള്ളിയാഴ്ച അവധി, മറ്റന്നാൾ നാഷണൽ ഡേ അവധി. ഐ ക്യാൻ ഡ്രോ ദ മണി ഓൺലി ഓൺ മൺഡേ മോർണിംഗ്. യു ഹാവ് ടു വെയിറ്റ് ടിൽ ദെൻ. There is no other way. No. ഇംഗ്ലീഷ് വേണ്ട. നീ ആര് സായിപ്പിനുണ്ടായതാ? മുടിഞ്ഞ ഇംഗ്ലീഷ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 ദിവസം കഴിഞ്ഞേ ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ പറ്റൂ. അത്രയും സമയം എനിക്ക് തരണം. ഓക്കെ, പണം എവിടെ വേണമെന്ന് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ പറയാം. എന്റെ മോള്, നിന്റെ മോള് ആ എരണം കെട്ട അലവലാതി എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. കാശ് കിട്ടിയില്ലെങ്കിൽ തുണ്ടം തുണ്ടമായി വെട്ടു നുറുക്കി ഞാൻ പട്ടിക്കിട്ടുള്ളൂ. പട്ടി കഴിവ.
Call came from silent. You go with money, we'll get him. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? പനിനീരിട്ട് ചെവി കഴിയണം. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി. Oh my God! Cassie! What's that guy doing? Look, Rocky's really getting scared. You get out from the effing car, you bloody... Come on, get out. Mamma mia. I'm sorry. My sweet lady, are you all right? I'm sorry, actually. No. I'm sorry. It's my mistake. So what? It's not a crime. Phone ചെയ്യേണ്ടപ്പോൾ ചെയ്തല്ലേ പറ്റൂ. You sure? Are you all right? Yeah, I'm perfect. No. എന്താ ഞാനിപ്പോ തരാം as a compensation? Venda, I'm all No. right. See, I am feeling guilty. ഒന്നാമത് എൻ്റെ കാർ ചെയ്ത തെറ്റ. സുന്ദരിയായ ഒരു കാറിനെ കാണുമ്പോൾ നേരെ കയറി അങ്ങ് ചുംബിക്കാന്നൊക്കെ പറഞ്ഞ. See, എൻ്റെ ചെറുക്കൻ്റെ തെറ്റ. You should take something, please. At least, ഒരു കോഫി എങ്കിലും. One sec. Is everything okay, Cassie? Hey. Oh, Rocky! Oh, I'm sorry, come Lala. back, darling. Hey, I'm sorry, Lala. Come back here. Oh, I'm sorry. Okay, tell me, you're... Nidhi. Nidhi, what a beautiful name. Thanks. Okay, tell me, which coffee shop? Almajan? Mamma mia. Perfect. My favorite place. സത്യം പറഞ്ഞ ഒറ്റയ്ക്ക് പോയി മടുത്തു. ഇന്ന് ആദ്യമായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ പക്ഷേ അവിടെ എന്റെ ബോയ് ഫ്രണ്ട് ഒപ്പം ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ. ബോയ് ഫ്രണ്ട്? നമ്പറുകൾ തേഞ്ഞു തുടങ്ങിയിരിക്കുന്നു മിസ്റ്റർ കാസ്നോവ. റിഫ്രഷർ കോഴ്സിന് ചേരാൻ സമയമായി. ഓൾ ദി ബെസ്റ്റ്. All the best, thank you. ബൈ. Yeah. Hey, Lala! I got him. Yeah, you I got my back. Rocky. Honey. Sorry. No, it's okay, Cassie. അതിനി അനങ്ങൂല, ചത്ത്. ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ പാർട്ടായിട്ട് വെട്ടിപ്പൊളിച്ച് തലേ ചുമന്നുകൊണ്ട് പോകണം. കാറിലും ബസ്സിലും ഒക്കെ ഇരുന്ന് നോക്കുമ്പോ ഈ മരുഭൂമിക്കൊക്കെ എന്ത് ഭംഗിയാ. വണ്ടിയോടടുത്തപ്പോഴല്ലേ മാങ്ങാടെ പുളി അറിഞ്ഞത്. അട്ടഹാസവും ഭ്രാന്തും ഒക്കെ തീർന്ന ചാകാനുള്ള ആഗ്രഹം തീർന്നിട്ടില്ലെങ്കിൽ തല മണ്ണി പൂഴ്ത്തി വെച്ചാ മതി. പിടഞ്ഞ് ചാകും. അവന്റെ അമ്മയുടെ ആത്മഹത്യ. വിരള് വായി വെച്ച് ഉറിഞ്ചിക്കോ. നീ എന്ത് കണ്ടിട്ടാ തോക്കും കത്തിയും കൂടൊക്കെ എടുത്ത് എന്റെ അടുത്ത് വന്നത്? കുറെ കൊല്ലം കിടന്ന് കഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ. കാലണ സമ്പാദ്യമില്ല. ഈ കോട്ട് സൂട്ടൊക്കെ അറബിയുടെ. അയാളുടെ കീശ ഇറക്കാൻ വേണ്ടി രാപകൽ കഷ്ടപ്പെട്ടവനാ ഞാൻ. എന്നിട്ട് ആ തെണ്ടിയും താടയും കൂടെ എന്നെ ചതിച്ചപ്പോ ചങ്ക് തകർന്നു പോയി. അതുകൊണ്ട് ചത്ത എല്ലാം ശരിയാവൂ. ഒളിച്ചോട്ടം ഭീരിക്കൊക്കെ പറഞ്ഞിട്ടുള്ള നാട്ടിൽ നിന്നെ പ്രേമിച്ച് പറ്റിച്ച ആ പെണ്ണില്ലേ, എന്താ അവളുടെ പേര്, നന്ദിനി. അവളോട് നീ നന്ദി പറയണം. അവള് വേലയും കൂലി ഇല്ലാത്ത ഒരുത്തന്റെ കൂടി ഇറങ്ങി വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നീ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. ഒന്നുമില്ലേലും 2 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടില്ലേ. ഇനിയുണ്ട് പ്രാരാബ്ദങ്ങള്. ഉള്ളതെല്ലാം എണ്ണി പറക്കി വിട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് പോവാ. വല്ല കൂലി വേലയും ചെയ്ത് ജീവിച്ചോളാം. കൂലിവേല അങ്ങോട്ട് ചെന്നാ മതി, എടുത്തങ്ങ് തരും. ഈടെ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ ഇഷ്ടം പോലെ എണ്ണം വന്ന് കിടക്കുക നാട്ടിൽ. കഞ്ഞിയും കട്ടൻ കാപ്പിയും കൊടുത്താൽ മതി. പിന്നെ ചുമടെടുക്കണമെങ്കിൽ ആരോഗ്യം മാത്രം പോരാ. ചുമട്ട് ജോലിക്ക് കാർഡ് എടുക്കണമെങ്കിൽ കുടുംബം വിൽക്കണം.
അതുകൊണ്ട് ഈ കണ്ടീഷനിൽ നീ പറഞ്ഞ പ്ലാൻ തന്നെ നല്ലത്. ഇവിടെ കിടന്ന് ചാകാം. ഞാൻ ചാവും. അതിനു മുമ്പ് ഞാൻ അവനെയും കൊല്ലും, അവളെയും കൊല്ലും. കൊല്ലും കൊല്ലും കൊല്ലും. ഇവിടെ ഇരുന്ന് കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞാൽ അവര് ചാവത്തൊന്നുമില്ല. മണല് മണല്, ഇവിടെ അങ്ങ് മണല് മാഫിയയില്ലേ? അങ്ങോട്ട് നോക്കിയാ മണല്, ഇങ്ങോട്ട് നോക്കിയാ മണല്, ഇങ്ങോട്ട് നോക്കിയാ മണല്. ഏത് വഴി പോയാൽ എവിടെ എത്തുമെന്ന് ആർക്കറിയാം? ഏത് വശത്താ റോഡ്? ഈ ഭാഗത്താണോ അതോ ഈ ഭാഗത്താണോ? അത് പറഞ്ഞൂടെ? ഇങ്ങനെയല്ലേ വണ്ടി കിടക്കുന്നത്? അപ്പൊ ആ ഭാഗത്ത് റോഡ്. അതിനു മുമ്പ് ഇരുട്ടത്ത് വെച്ച് വണ്ടി കുറെ സമ്മർ സോൾട്ട് അടിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇരിക്കുന്നുണ്ടില്ലേ? ഞാൻ പോവാ. എങ്ങോട്ടാ? ഭൂമി ഉരുണ്ടല്ലേ, എവിടെയെങ്കിലും എത്തും. എന്റെ ഉമ്മോ, കാല് പൂഴ്ത്തി പൂഴ്ത്തി പോന്നു. സർ, മാഡം ഇവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അയ്യോ കഷ്ടം. ഇങ്ങനെ കുട്ടി വയ്ക്കോളൂ, കുട്ടി വയ്ക്കോളൂ. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. എന്നോടല്ല, സാറിനോടാ പറഞ്ഞത്. എന്നോടോ? എന്നോട് 5 മണി കഴിഞ്ഞ് ഓഫീസിൽ കാണാന്ന് പറഞ്ഞിരിക്കല്ലേ? അതിനി ഒരുപാട് നേരം ഉണ്ടല്ലോ. സാർ പോയിട്ട് 5 മണിക്ക് വന്നാ മതി. എനിക്കങ്ങനെ പോകാൻ ഇടവൊന്നുമില്ല. എനിക്കിന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, മിസ് അനു മേനോനെ കാണുക. That's today's ambition. പറഞ്ഞോ? ഇല്ല മാം, മാഡത്തിനെ കാണുന്ന അംബിഷൻ എന്ന് പറഞ്ഞത് ഇവിടെ ഇരിക്കോ. എന്താ ചെയ്യണ്ടേ? ഇഗ്നോർ ഹിം. മടുക്കുമ്പോ താനെ എഴുന്നേറ്റ് പോയിക്കോളും. ഓക്കെ മാം. മാഡം, അയാള് പോയിട്ടില്ല. Did I ask you? മനുഷ്യന് കുറച്ച് സ്വസ്ഥത തന്നൂടെ നിങ്ങൾക്ക്? 5 p.m., 5 p.m. Anjumani, that's 5 p.m. 5 p.m., 5 p.m. It's Anjumani, that's 5 p.m. Tick tock, tick tock, tick tock. Tick tock, tick tock, tick tock. What the hell is going on here? എല്ലാവരും പോയി നിങ്ങളുടെ ജോലി ചെയ്. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇങ്ങനെ കള്ളു കുടിക്കാണ്ട് വല്ലോ സംഭവിച്ച ആര് സമാധാനം പറയും? വണ്ടിയിൽ സാധനം ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. അത് ശരിയാവില്ല, പിന്നെ അവളെ സംസാരിക്കില്ല. മാം, പോലീസിനെ വിളിക്കണോ? എന്തേ, അയാൾ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, അയാൾ റെസ്റ്റ് എടുക്ക. ഇത് കഴിഞ്ഞ ഉടനെ തുടങ്ങുമായിരിക്കും. അയാൾ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്. ഗോ. ഇവിടെ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. ഹലോ, ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ?
ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഹലോ മേശ്രി. മഹാഭാരത യുദ്ധം നടന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ദേ അമ്പും വില്ലും ഒക്കെ കിടക്കുന്നു. അതിനുശേഷം ആരും ഇങ്ങോട്ട് കയറിയ ലക്ഷണമില്ല. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ന്യൂമറിലെന്ത് ഇവിടെ പോയിരിക്കുന്നത്? പുറത്തെങ്ങാണോ ഇരുന്ന് വെള്ളം അടിക്കുവാന്നു? മാധവ, മാധവ, ഇവനിത് എവിടെ പോയി? മാധവ, 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 ശബ്ദം മാത്രം കേൾക്കുന്നു. ഇവന് തിരസ്കരണം അറിയാവോ? മാധവ, അയ്യോ, നീ എന്തിന് പാട്ടടി കയറിയത്? ഒളിച്ചു കളിക്കും. എന്താടാ? പെണ്ണാ? എവിടെ? അവള് കറുത്തായ നമുക്കെന്ത്? പെണ്ണ് കാണാമെന്നൊന്നും അല്ലല്ലോ. ഇത്തിരി വെള്ളം കിട്ടുമോന്ന് ചോദിക്കാം. എവിടെ അവള്? അവിടെ ടാറ്റ കാണി. അബ്ദു, അബ്ദു, നോ നോ. എറിഞ്ഞിറ എറിയണം. ചെവി കടിക്കരുത്. ചെവി ചെവി അടിയട അവളുടെ നട്ടല്. നട്ടല് പുറത്താക്കുള്ള വഴിയേതാ? എന്റെ തല കവള 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 ഭ്രാന്തി വാതിൽ വിളിച്ച് പുറത്തു കടന്നതിന് മുമ്പ് വണ്ടി കയറ്. നീ എങ്ങനെ ഇതിനെ റൂമിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നു? ബോസ് വീടെത്തി, ഇറങ്ങ്. വാ എഴുന്നേക്ക. വീടെത്തി, ഇറങ്ങ്. നീ പോയി അവളെ പോയെ നോക്കിട്ടോ, എങ്കിലേ ഞാൻ പുറത്തിറങ്ങും. അതൊക്കെ പോയിട്ടുണ്ടാവും. ബോസ് ഇറങ്ങിക്കേ. ഉണ്ടാവും അല്ലേ?
അത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടല്ലേ ബോസ് പോയത്? ആണോ? സ്ട്രോങ് ആയിട്ടാണോ? പിന്നെ വാ പൂച്ച ചവിട്ടല്. ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞോണം. ബോസ് സ്റ്റഡി ആയി തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്റ്റഡി ആവും അല്ലേ? ചിലപ്പോ പോയിട്ട് വന്നതായിരിക്കും. പോയി എന്ന് പറയാൻ പിന്നെ അതിനല്ലേ ഉറങ്ങാതെ ബോസിനെ കാത്ത് നിൽക്കുന്നത്. ഉറങ്ങാതെ എന്നെ കാത്തിരിക്കാൻ ഇവളാരെ എന്റെ ഭാര്യയോ? നീ എന്നല്ല ആരും എന്റെ അച്ഛന് പകരാവില്ല. നീ ഒരു പെണ്ണായതുകൊണ്ടും ഇതൊരു പൂതരാത്രി ആയതുകൊണ്ടും പാതിരാത്രി ആയതുകൊണ്ടും നിന്നെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടുന്നില്ല. ഇതെന്റെ ഈ വീട്ടിലെ ഇവളുടെ ആദ്യത്തെ അവസാനത്തെ രാത്രിയാണ്. പോയി കിടന്നുറങ്ങാൻ. അയ്യോ എന്തോ ഇങ്ങോട്ട് പോകല്ലേ? അയ്യോ നീ പോയി ഇവരുടെ ബാഗ് സാധനമൊക്കെ പെറുക്കെടുത്തോണ്ട് വാ. ഇങ്ങോട്ട് പോകല്ലേ? ഞാൻ അടുക്കള ഉപ്പും ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ തന്നെ പിടിച്ചോണ്ട് വന്നത്. ഇങ്ങനെ ബലമായി പിടിച്ച് പുറത്താക്കണ്ട. ഞങ്ങൾ പൊക്കോളാം. ഭാനുമതി അമ്മേ വാ. എവിടെയാണ് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, അവിടെ കൊണ്ടുപോയി വിടാം. മതി, ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട. ഞങ്ങൾ ടാക്സി പിടിച്ച് പൊക്കോളാം. കണ്ട നമ്മാവെന്ന് വിചാരിക്കുമ്പോഴാ ഇവരൊക്കെ തലയിൽ കയറുന്ന. ഞാനൊന്ന് സ്ട്രോങ് ആയപ്പോ കണ്ടോ വാലും ചുരുട്ടി ഇറങ്ങുന്ന. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അതാരാ? കൊച്ചേ, ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റിയതാ. വഴിയിലൊരു കാർ ആരും ഇല്ലാതെ കിടക്കുന്ന കണ്ടപ്പോ അതെടുത്ത് ഓടിച്ചു പോയി. അതിന്റെ ഡിക്കിയിൽ കൊച്ചുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്നതാണല്ലേ, സാരമില്ല, ഞങ്ങൾ കൊണ്ടുപോയി പൊന്നുപോലെ പോലീസിനെ ഏൽപ്പിക്കാം. പക്ഷെ കൊച്ചു അവരോട് പറയണം ഞങ്ങൾക്ക് ഇതില് യാതൊരു പങ്കുമില്ല. ഞങ്ങളെ കണ്ടറിഞ്ഞൂടെ? നീ പോടാ കാറുകളാ. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. ഇവളാള് വിചാരിച്ചവല്ല, നല്ല മിടുക്കയാണ്. എന്തോന്നു? നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അവക്ക് ആളെ പിടികിട്ടി. അതുകൊണ്ട് നീ അധികം സംസാരിക്കണ്ട. ആരും സംസാരിക്കണ്ട. എന്നെ തട്ടിക്കൊണ്ട് പോയവർക്ക് മുഖംമൂടി ഉണ്ടായിരുന്നു. തടിയും പൊക്കമൊക്കെ നിങ്ങളുടെ അത്രയും തന്നെ ഉണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ കൊച്ചിനോട് ഞങ്ങൾ സൗഹൃദം കാട്ടുമോ? എന്ത് സൗഹൃദം? എന്നെ ഇവിടെ ഇവിടെയൊക്കെ ഇട്ടിടിച്ചില്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയതിന്റെ പേരെന്തോന്ന്? ചക്കരമെന്നാ? ഒട്ടാത്തലയാ. കൊച്ചു പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് തന്നിട്ട് പോയിക്കോ. ഞാൻ വീട്ടിൽ പോയിക്കോളാം. ഏത് കാശ്? ഏത് കാശാ? കാറിൽ പെട്ടിയിലിരുന്ന കാശ്. കാറിൽ പെട്ടിയും കിടക്കൊന്നും ഇല്ലായിരുന്നു. ആഹാ, വേല അങ്ങ് കയ്യിൽ വെച്ചാ മതി. എന്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ. മര്യാദയ്ക്ക് കാശെടുത്തോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിൽ പറയും. ഇവിടെ കിഡ്നാപ്പിന്റെ മിനിമം ശിക്ഷ തൂക്കിക്കൊലയാ. പെണ്ണുങ്ങൾ പറഞ്ഞ അക്ഷരം പ്രതി വിശ്വസിക്കും. എന്തൊരു കുരിശാടാ ഇത്? നീ ഇങ്ങോട്ട് വന്നേ. ഇവളെ യേശു ക്രിസ്തു തങ്ങിയനെക്കാട്ടിയും വലിയ കുരിശ. ഇവളെ ഇവിടെ ഇട്ട് പൂട്ടിയിട്ട് സ്ഥലം വിട്ട് കഴിഞ്ഞാൽ പോലീസ് വന്ന് തപ്പിപ്പിടിക്കുന്നതിനെക്കാട്ടി മുമ്പ് നാട് വിടാം. നാട് വിട്ടിട്ട് എവിടെയെങ്കിലും പോയി പിച്ചെടുത്താലും സാരമില്ല. എടാ, പെണ്ണ് കേസിൽ നമ്മളെ ഇവിടെ തൂക്കി കൊന്നെന്നറിഞ്ഞ എന്റെയും നിന്റെയും കുടുംബം നാണക്കേടുകൊണ്ട് ഒരൊറ്റ കയറി തൂങ്ങിച്ചാവും. തലമരവിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാന്ന്. ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ ചെയ്യാം. ഓടിക്കോ! എവിടെയാ കുഞ്ഞിന്റെ മുറി? താഴത്താണോ? താഴത്തെ മുറി കുഞ്ഞിന്റെ മുറി, അത് മോളിലല്ലേ? കുഞ്ഞേ, ഓ ഇവിടുത്തെ താഴത്തെ മുറി മേളിലാണെന്ന്. എന്താ അപ്പൊ ചെയ്യണ്ടേ? അത് മേളിൽ കൊണ്ടേ വെക്ക ഭാനുമതി അമ്മേ. കുഞ്ഞോ, ബോസാറിന്റെ വൈഫ് വന്നോ? അനു മാഡം, ഇതെന്തിനാ ഇവിടെ? ആ മണി നോക്കി നിൽക്കുകയാണോ? ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്തേ. അല്ല, ഈ ബാഗും പെട്ടിയൊക്കെ ആരുടെയാ? ഞങ്ങളുടെ. ഞാനും ഭാനുമതി അമ്മയും ഇനി മുതൽ ഇവിടെയല്ലേ താമസിക്കാൻ പോകുന്നത്. എവിടെ? ഇവിടെയോ? ബോസിന്റെ കൂടെയോ? ആ. അയ്യോ, രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണം. ഒരു പൂച്ച കയറിയനായി ഈ കോലാഹലം. ബാക്കി ഊഹിച്ചാ മതി.
ഒരു തട്ടുറപ്പ് മണി, തട്ടി വിടടാ, വൃത്തികെട്ടവനെ. എന്റെ കൂടെ നീ അല്ലാതെ വേറെ ഒരു ജന്തു ഇവിടെ വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ തള്ളയുടെ പേരിട്ടിരിക്കുന്ന ആ വൃത്തികെട്ട പൂച്ച എന്റെ ഒരു ബോട്ടിൽ വിസ്കിയാണ് തട്ടിപ്പൊട്ടിച്ചത്. നിന്റെ 3 മാസം ശമ്പളം ഞാൻ കട്ട് ചെയ്തിരിക്കുന്നു. 3 മാസം ശമ്പളോ? അപ്പൊ ഒരു ബോട്ടിൽ വിസ്കിയുടെ വില പോലും ഇല്ല എന്റെ 3 മാസം പോയി നിന്റെ ആ പരട്ട പൂച്ചയോട് ചോദിക്കടാ. അതിനെ ഇവിടെ ഇറക്കി വിട്ടില്ലെങ്കിൽ അതിന്റെ കൂടെ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും. ഇനിയിപ്പോ ചവിട്ടി പുറത്താക്കിയാലും കുഴപ്പമില്ലല്ലോ. ഇവിടെ ആവശ്യത്തിന് വേറെ ആളുണ്ടല്ലോ. എന്താവശ്യം? ഏതാണ്? ഗുഡ് മോർണിംഗ്. ഇയാൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ആ കുഞ്ഞെ, മോളത്തെ മുറി മുഴുവൻ ഇതാണോ ബോസ് മുതലാളി? എപ്പോ ഒന്നു? അതെ, അവിടെ മുഴുവൻ പൊടി പിടിച്ച് കിടക്കുക. അടിച്ചു വരാൻ ചൂല് വേണം. ഇതാണോ നിന്റെ ചത്തുപോയ തള്ള? അത് ഭാനുമതി അമ്മയാ ബോസ്. കുഞ്ഞുനാട് മുതൽ ഞങ്ങളുടെ വീട്ടിലുള്ളതാ. വാ. ഇതേത് വീടാ? എടാ മണി, നീ എന്നെ എവിടെ കൊണ്ടാടാ താമസിപ്പിച്ചിരിക്കുന്നത്? ഇത് ബോസിന്റെ വീട് തന്നെയാ. പിന്നെ ഇവരൊക്കെ എന്താ ഇവിടെ? അവര് വീട് മാറി വന്നാ. എങ്കിൽ ചെന്ന് പറയടാ അവർക്ക് വീട് മാറിപ്പോയെന്ന്. നിക്കേ നിക്കേ, അതെ അതെ, വീട് മാറിപ്പോയി, വീട് മാറിപ്പോയി. ഇത് എന്റെ വീടാ. എടാ വന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. ഞാൻ പറഞ്ഞു മനസ്സിലായി തരാം. ഇത് ബോസിന്റെ വീട് തന്നെയാ. ഇവിടെ വന്ന് താമസിക്കാൻ നിർബന്ധിച്ചോണ്ട് ഞാൻ വന്നു. ആരും നിർബന്ധിച്ചു? നീ എന്തിനാണ് ഇവരെയൊക്കെ നിർബന്ധിച്ചു ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ ജനിച്ചപ്പോൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല. നിർബന്ധിച്ചത് മണിയൊന്നുമല്ല, പിന്നെ അച്ചുവാ. ആരെ? യെസ്, അച്ചു എന്ന മിസ്സസ് അശ്വതി ചന്ദ്രബോസ്. അച്ചു ബോസിന്റെ ലൈഫിൽ നിന്ന് പോവാണെന്നും ഇനി മുതൽ ബോസിന്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കേണ്ടതെന്നും അച്ചുവാണ് എന്നെ വിളിച്ചു പറഞ്ഞതും നിർബന്ധിച്ചതും. പച്ചക്കള്ള നീ പറയുന്നത്. വിളിച്ചു ചോദിക്കാമല്ലോ കള്ളവാണ് അല്ലയോ? എന്റെ അച്ഛനെ എനിക്കറിയാം. വിളിച്ചു ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. വിളിച്ചാലും കിട്ടില്ല, ഇവിടെ കട്ടയില്ല. എന്റെ തല ഇവിടെ കട്ടയുടെ കാര്യം. ഭാനുമതി അമ്മേ, നിങ്ങൾ പോയി ആ റൂം ഒന്ന് ക്ലീൻ ചെയ്. മണി, പോയി ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്. ഈ ബാഗ് കൊണ്ടേക്കോ. ഒന്ന് പിടിച്ചേ. എന്നെ അനുസരിക്കാനാണോ വഴിയെ പോകുന്നവരെ അനുസരിക്കാനാണോ നിന്നെ ഞാൻ ഇവിടെ തിരിച്ചു പോറ്റുന്നത്? മണി ഇപ്പൊ അനുസരിക്കുന്നത് എന്നെയല്ല, അച്ചുവിനെയാ. ഈ കോടാലി നമ്മളെ കൊന്നു കുഴിച്ചു മൂടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. ഇങ്ങോട്ട് ഇറങ്ങടി, ഇറങ്ങടി, ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങടി, ഇങ്ങോട്ട് ഇറങ്ങാൻ. എടാ നോക്കി നിൽക്കാതെ പിടിച്ചിറങ്ങാ. ഇങ്ങോട്ട് ഇറങ്ങാൻ. നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ട്. ഇങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ട് മാറാൻ. അയ്യേ, തുപ്പി വെച്ച് കാറിനകത്തോട്ട് കയറുന്നു. നീ ആണുങ്ങളുടെ മുഖത്ത് തുപ്പല്ലേ? നിന്നെ കൊണ്ട് തുപ്പിക്കാനും ഞാൻ. അയ്യോ കാണാൻ പോയേ. നിന്നെ നീ വലിച്ചു കീറും. ആണുങ്ങളുടെ മുഖത്ത് തുപ്പി വെച്ച് മണ്ണ് വാരിയിടൂല്ലോടി. കൈ 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 ഡോർ തുറക്കടി. കണ്ട് രസിച്ചു നിൽക്കാതെ പിടിച്ച് മാറ്റാവളെ. കൈ കൈ അകത്തോട്ടല്ല പുറത്തോട്ട്. എന്റെ പാവടങ്ങിതാണ് പട്ടി. പോക്കൃതന്നെ കാണിക്കുക. നീ എന്തിനാ ഇവിടെ പാവാട വലിച്ചൂടിയ? സോറി. അയ്യോ, ഇത് മുഴുവൻ കീറിപ്പോയി. ഇനി ഇത് ഉടുക്കാൻ പറ്റൂല. എന്റെ പാൻസ് വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. മതിയാ? വേണ്ട, ഞാൻ ഇതിനകത്ത് തന്നെ ഇരുന്നോളാം. ഏതെങ്കിലും ഒരു വണ്ടി ആളോ വരുന്നവരെ. അത് വന്നു കഴിയുമ്പോ തുണിയില്ലാതെ ഞാൻ ഈ റോഡിൽ ഇറങ്ങി നിന്ന് നിലവിളിക്കും. നീയൊക്കെ കൂടെ എന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞു. തട്ടിക്കൊണ്ട് പോലും റേപ്പും ഒക്കെ കൂടി ആവുമ്പോ രണ്ടെണ്ണത്തിന് ചാവുന്ന വരെ ജയിലിൽ കിടന്ന് ഉണ്ടതിനാ. അയ്യോ അയ്യോ, ഞാൻ കണ്ടില്ല. അല്ല അയ്യോ, ഇത്ര ക്രൂരമായിട്ട് ഞങ്ങളോട് പെരുമാറരുത്. കൊച്ചു പറയുന്ന എന്തും ഞങ്ങൾ അനുസരിക്കാം. എന്നാ ഡിക്കി എന്റെ ബാഗ് എടുത്തു. ഒന്നങ്ങോട്ട് തിരിഞ്ഞെന്നേ. എന്റെ കഴുത്തിന്റെ പുറത്ത് മേൽ തലയുണ്ട്. ഞാൻ വിചാരിച്ച ചവിട്ടോടെ തല തെറിച്ചു പോയി. കുറച്ചു നേരത്തേക്ക് ഒന്നും കണ്ടില്ല. പിടിച്ചേ. കൈ വേണ്ട, ഈ കൈ പിടി. അവള് സുഖമായിട്ട് ഇരിപ്പുണ്ടല്ലോ. ഇവളോടെ പോകുന്നതിനെക്കാട്ടി നല്ലത് തീവണ്ടിക്ക് തല വെക്കുന്നതാ. എന്നാ ചവിട്ടാടാ ചവിട്ടിയത്? ഒരു വഴിയുണ്ട്, വഴിയുണ്ട്, വഴിയുണ്ട്. നീ വണ്ടി സ്റ്റാർട്ടാക്ക്. എന്നിട്ട് ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് പറയണം.
അപ്പൊ ഞാൻ അവളും കൂടെ ഇറങ്ങി തള്ളു. വാ പോവാം. അപ്പൊ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നീ അങ്ങ് വിട്ടു പോണം. ഞാൻ ഓടിക്കറിക്കോളാം. ഇതൊക്കെ നടക്കൂടെ? ശ്രമിച്ചൂടെ? വാ. ബിനോയ് ഇവിടെ എങ്ങും ഇല്ലട്ടോ. അതാ ഒരു തുണിയില്ലാതെ ഇവൻ എവിടെ പോയി? മാത്തു ഏ? പടാ. എന്തായാലും ചാന്ദിനി അസലായിട്ട് മലയാളം പറയുന്നുണ്ടോ? അമ്മ മലയാളി. മദർ ടങ്ക് മലയാളോട്. എന്താ? Go back, go back. Strangers, allergy. ഓക്കെ ഓക്കെ. വാ. ഈ കുട്ടിക്ക് എന്ത് പറ്റി? അയ്യോ ഭയങ്കര ട്രാജഡിയാ. Tragedy. പ്ലീസ് ഞങ്ങളും കൂടെ അറിയട്ടെ എന്താ ട്രാജഡി എന്ന്. പുള്ളിക്കൊരു ലവ് ഫെയിലിയർ ഉണ്ടായി. പാവം ഷോക്ക് വന്നിട്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. ഇഷ്ടല്ലേ? എവിടെ? അരക്ക് താഴേക്കാ. ഇനി ഒരുപാട് സ്നേഹം കിട്ടിയാലേ ഇത് ശരിയാകുന്ന അയാള് പറഞ്ഞിരിക്കുന്നേ. ലവ് തെറാപ്പി. ഏതാ? ലവ് തെറാപ്പി. എന്തോന്ന്? ലവിന്റെ തെറാപ്പി. അതാണ്. സത്യത്തില് ഞാനൊരു ഡോക്ടറാണ്. റിയലി? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അരയ്ക്ക് താഴെയുള്ള ഏരിയയിലാണ്. പുള്ളിക്കാരൻ നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് പ്രൈവറ്റ് ആയിട്ട് നോക്കാൻ പറ്റുമോ? വേണം വേണ്ടെന്ന് പറഞ്ഞല്ലേ. സാധാരണ ഈ അരയ്ക്ക് കീപ്പോട്ട് തളർന്ന കാലിന് ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അതെ, എനിക്കിപ്പോ ഒരു ഫീലും ഇല്ല. ഒന്നും തോന്നണില്ല, ഒരു ഫീലും ഇല്ല. ഡോക്ടർ, ഇതിന് ആയുർവേദത്തിൽ ഒരു ചികിത്സയുണ്ട്. ആണ്? അയ്യോ, ആയുർവേദം എനിക്ക് അലർജിയാ. അല്ലല്ല, ഇത് അകത്ത് കൊടുക്കാനുള്ള പുറത്ത് കൊടുക്കാനുള്ള. എങ്കിൽ കൊടുക്കൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അരയ്ക്ക് മേളിലോട്ട് തളർന്നവര് വരെ എണീറ്റോടിയ ചരിത്രമുണ്ട്. ആണ്? എങ്കിലും ചെയ്യൂ പ്ലീസ്. ചാന്ദിനി, നമുക്ക് ഇവരെ ബുദ്ധിമുട്ടിക്കാതെ പുറത്ത് അതൊന്നും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. തുടങ്ങിക്കോളൂ. അടിച്ചു അറിഞ്ഞില്ല. Do you feel anything? No. How sad. പാവങ്ങൾ. ഇപ്പൊ ചെറുതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു ഫീല് വരുന്നില്ല. പിന്നെ ഇയാൾ എന്തിനാ കരയുന്നത്? അതെ, നിങ്ങൾ എത്ര തല്ലിയിട്ടും ഒരു ഫീല് വരുന്നില്ല. ഓർത്തിട്ടുള്ള ഫീലിംഗ്. തങ്കച്ചി, ഞങ്ങൾ ഈ പേഷ്യന്റിനെ വിദഗ്ധ ചികിത്സക്കായിട്ട് കൊണ്ടുപോവാ. അതെ, വേറെ 2-3 ചികിത്സയുണ്ട്. അടിയുന്ന തീയിട്ടിട്ട് ഒരു പ്രത്യേക ചികിത്സ. മറ്റേ പരിപാടി കാണിച്ചാണല്ലോ ഇടിച്ചതിന്റെ ഷേപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ലീഡർ കളിക്കൊന്നും വേണ്ട. എനിക്കും ഇവിടെ തുല്യ അവകാശമുള്ളതാ. ഞാനും തത്തുല്യനാ. പിന്നെ ആ പെൺകുട്ടി ഉണ്ടല്ലോ, ചാന്ദിനി, അവൾ ആരാന്നറിയോ? ഇവിടുത്തെ ഹോം മിനിസ്റ്ററുടെ മകളാ. എന്നോട് കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഹോം മിനിസ്റ്ററെ കൊണ്ട് 2 പേരെ പിടിച്ച് ഞാൻ അകത്തിടിപ്പിക്കും. മൈൻഡ് ഇറ്റ്. ഹോം മിനിസ്റ്ററുടെ മോളെയാണോ നീ പ്രേമിക്കുന്നത്? ഞാൻ ആ കുട്ടിയുമായിട്ട് ചെറിയൊരു ഇഷ്ടത്തിലാ. ആ ഇഷ്ടം അദ്ദേഹം അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ച, ആദ്യം അകത്താകുന്ന നീ ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. അബുദാബിയിലെ സുൽത്താനല്ലേ? അതാണ് പറഞ്ഞത്. ഞാൻ വെറുതെ പറഞ്ഞു. വാലേക്കും മുസ്സലാം. അല്ല, ഇതാരും അന്തോ? നീ മാത്രമേ വന്നോളൂ? വാപ്പ ആശുപത്രിയില്ല, അതുകൊണ്ട് ഞാൻ വന്നു. നേരോ ഈ വന്നല്ലോ, സന്തോഷായി. ഇവനാരാ? അറിയില്ലേ, ഇത് നമ്മുടെ മത്തായിന്റെ പുതിയ ആപ്പിള കോയ. കള്ള ഹിമാലയ. എടാ, ഇവനല്ലേ നമ്മളെ മത്തായിന്റെ മോളെ അയാളെ വീട്ടിൽ പണയം വെച്ച് പോയി കളഞ്ഞേ? എടാ, പെണ്ണിനെ പോട്ടാൻ കഴിവില്ലാത്ത പെണ്ണ് കെട്ടരുത്. നമുക്ക് എടാ, വിരുന്ന് വന്നവൻ ഇറക്കി വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ നിങ്ങളെ പുറത്താക്കില്ല. പക്കെങ്കിൽ അന്നോട് ഇവിടുന്ന് പോയ ഉടനെ പെണ്ണിനെ വിളിച്ചിറക്കി എന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടേക്കോണം. അല്ലെങ്കിൽ എന്റെ മയ്യത്തെ ഞാൻ എടുക്കും. നമുക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് നമ്മളെ പടിഞ്ഞാറ്റുകാരെ മുറി ഒന്ന് കാട്ടി കൊടുക്ക്. എന്താണ് മിക്കനെ? മൊയ്തീൻ പോയോ? വരി.
स्नाने के बाद खाने के लिए मंडप में आ जाओ. ശരി ശരി കണ്ണാടിയും പോയി. എവിടുന്നെങ്കിലും ഒരു പർദ്ദ കിട്ടിയിരുന്നെങ്കിൽ അവ കിട്ടുകൊടുക്കായിരുന്നു. പിന്നെ ആരും തിരിച്ചറിയില്ല. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ കൂടെ അങ്ങ് നടന്നേനെ. അതിന് പർദ്ദ എവിടെ നിന്ന് കിട്ടാൻ? മോഷ്ടിക്കണം. ആ അത് നിനക്ക് അറിയാവുന്ന പണിയാണല്ലോ. എടേ നമുക്കിവിടെ മാറ്റി കൊടുക്കാൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എടുത്തോ. അയാൾ എന്തിനാ അടിച്ചത്? വൃത്തികെട്ടവൻ. ബോസിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് എന്തായാലും അയാളിൽ നല്ല വിശ്വാസമുണ്ട്. അതാ ഒന്നുകൂടി അയാളെ കാണണോന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പക്ഷെ ഏത് കണ്ടീഷനിലായിരിക്കും ഒരു ഗ്യാരണ്ടി വന്നല്ലോ. ആ എന്താ എല്ലാരും ഇവിടെ? ഞാനില്ല. ഓ എന്താ ഇവരൊക്കെ എപ്പോ വന്നു? കുടിക്കാൻ വല്ലതും കൊടുത്തോ? ഇത് ഇവരുടെ വീടാ. ബോസിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇങ്ങോട്ട് വന്നതാ. ഓ ആണോ? ഹേ ജോ, ഗുഡ് മോർണിംഗ്. ഓ എന്റെ പേര് മറന്നില്ലല്ലോ. ഭാഗ്യം. ഭാഗ്യം? അപ്പൊ ചോദ്യല്ലേ? ഇന്ന് കുറച്ച് കൂടുതൽ കഴിച്ചു അല്ലേ? വരുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് ഉറങ്ങി. ഉറങ്ങിയാണോടാ നീ വണ്ടി ഓടിച്ചത്? റാസ്കൽ നോക്കുന്നോ? അയ്യോ ഞാൻ തോറ്റ്. ടീച്ചറെ നാളെ കൊണ്ടുവരാം. ഇന്ന് ഇതിനെ കൊണ്ട് ഒരു പണി നടക്കില്ല. വന്നേ വാ പോവാ. വണ്ടി പേരേടാ. ഓ നീയാണോ ബോസ്? ഞാനാണോ ബോസ്? ബോസ് തന്നെ. പൂസ് എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ബോസ് അന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നു. വാക്കോ? എന്തു വാക്ക്? ഒരാഴ്ച കൊണ്ട് ശരത്തിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഓ അത് യെസ് അത് ഞാൻ സോൾവ് ചെയ്യും. വിത്തിൻ 1 week I will solve it. ഇനി 3 ദിവസം കൂടെ ബാക്കിയുള്ളൂ. 3 ദിവസമില്ലേ? ധാരാളം. അതിനുള്ളിൽ ആള് വന്നിരിക്കും. ആളോ? ഏതാള്? കണ്ട പറഞ്ഞു തീർന്നില്ല. ആളെത്തിക്കഴിഞ്ഞു. ആ ഡോട്ടർ ഓഫ് ഗ്രേറ്റ് ശിവശങ്കര മേനോൻ. വെൽക്കം വെൽക്കം. ആ ബഹളത്തിനിടയിൽ അന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഐ എം ചന്ദ്രബോസ്. ഹായ് ശരത്, ഐ എം സോറി. ഐ എം റിയലി വെരി സോറി. അങ്ങനെ സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. ഞാൻ ശരത്തിനോടാണ് സംസാരിക്കുന്നത്. ആ ഞാൻ ശരത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ശരത്, I'll come back later. എനിക്ക് കള്ളുകൂടിയന്മാരോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ 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 ഞാൻ സംസാരിക്കുന്നില്ല. യു ക്യാരി ഓൺ. ഓക്കെ താങ്ക്സ്. ലുക്ക് ശരത്, എൻ്റെ അച്ഛൻ നിങ്ങളോട് ചെയ്ത ഈ ക്രൂവൽറ്റിക്ക് എന്താ ഒരു പരിഹാരം എന്ന് എനിക്കറിയില്ല. ബട്ട് അതിനെനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഐ എം റെഡി ആൻഡ് I'll be with you. ഇത് പറയാനാണ് ഞാൻ വന്നത്. ബൈ. കണ്ടോ? വഴി തെളിഞ്ഞത് കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ആ ആ ഇവനെ നിനക്കറിയോ? ആരെ? അവനാണ് നീ. ഞാനാ? മത്തായില്ലേ? മത്തായിയുടെ മരുമോൻ കോയ. അവൻ കേറി വന്നു. ഇവൻ കോയ, ഞാൻ കോയ. ഇപ്പൊ 2 കോയേ. എന്താണ് ഇത്? എന്റെ ഗുരുവായൂര ഉപ്പുപ്പ. ഗുരുവായൂരപ്പുപ്പ. ഗുരുവായൂരപ്പനല്ല, ഉപ്പുപ്പ. ചാവക്കാട് അടുത്ത് ഗുരുവായൂരില്ല, അവിടെ എനിക്കൊരു ഉപ്പുപ്പയുണ്ട്. ഇവന്റെ ഉമ്മാന്റെ ഉപ്പുപ്പ. ഞങ്ങൾ എല്ലാരും അദ്ദേഹത്തെ ഗുരുവായൂർ ഉപ്പുപ്പ. അവൻ പറഞ്ഞ സത്യമാണ്. അതിനെല്ലാം അടിച്ചേ. പിന്നെ ഇങ്ങനെയാണോ മുണ്ടെടുക്കൽ പന്തി കാവറേറ്റിങ്ങളാരി വലത്തോട്ട്? അത് പിന്നെ കണ്ണാടി നോക്കി കൊടുത്തപ്പം ഇടത് വലതായി പോയതാ. ഇവൻ എവിടുത്തെ മുസ്ലിമാ? പോയി എടുക്കാൻ അടുത്തോട്ട്. പള്ളി മോശക്കാരെ പോടാ. പോവാ. ഇങ്ങോട്ട് പോടാ. അബ്ദു, എന്താ? ഇയാൾക്ക് കല്യാണം കൂടാൻ പറ്റില്ല. എന്താ? അതിന് മുമ്പ് ഞാൻ അയാളെ കൊല്ലും. ഒടിച്ചു മുടക്കി കൂര ഞാൻ കുത്തിവെക്കുന്നത് നോക്കിയോ.
മാധവ 2 ദിവസത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക്. ഒരു നല്ല നാളേക്ക് വേണ്ടിയല്ലേ. വാ നമുക്ക് മാറ്റി ഇനി കൊടുക്കാം. ഇതെങ്ങനെ മാറ്റി കൊടുക്കും? അതിന്റെ അകത്തുള്ളത് മുഴുവൻ വൃത്തിയുടെ തുണിയാ. അതൊക്കെ എടുത്തു കൊടുത്താൽ സർക്കസിലെ കോമാളിയെ പോലെ ഇരിക്കും. കോമാളിയെങ്കിൽ കോമാളി. വയ്യ, എനിക്ക് പറ്റൂല. മാധവ ഞാൻ സീരിയസ് ആണ്. സീരിയസ് ആണ്. പോയി ആശുപത്രി കിടക്കണ. നീ ഒന്നിങ്ങി വന്നേ. ഡാ, ഇത് നമ്മുടെ ജീവിത പ്രശ്നമാണ്. അവളെ കണ്ടുപിടിച്ച് ഈ പറത ഇടിപ്പിച്ചില്ലെങ്കിൽ എല്ലാം കൂടി അവതാളത്തിലാകും. നീ വന്നേ. അയാൾ പോവാൻ പറ. എന്തിനാ വിളിച്ചേ? നീ എന്നെ കോടതിക്ക് ഒറ്റിക്കൊടുക്കുവല്ലടാ. എന്താ ചാണ്ടിച്ചായത്? സ്ഥലത്തിന്റെ കാര്യം പറയാൻ വിളിച്ചിട്ട് ജോസേ, ചാണ്ടിച്ചാന് എന്ത് പറ്റി? ഇനിയും പൊട്ടം കളിച്ച പൊട്ടിക്കും ഞാൻ. ആദ്യം സംഗതി സത്യമാണോ ചോദിക്ക്. കൊല്ലുന്നതൊക്കെ പിന്നീടാകാം. നീ കോടതി എന്നുള്ള എന്താ അമ്മയ്ക്കസ്ക്യൂരി അതുമായിട്ടല്ലടാ നീ സ്ഥലം ഇടപാടിന് വന്നത്. അമ്മിക്കല്ല അരകല്ലെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്തോ അമ്മയ്ക്കസ്ക്യൂരി അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തടി വരാൻ നോക്കണ്ട. നിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രബലം വക്കീലല്ലേ അയാൾ കോടതിയുടെ അമ്മയ്ക്കസ്ക്യൂരിയാണെന്ന് ഹൈക്കോടതിയിൽ നിന്ന് മനോഹരൻ വക്കീൽ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞതാ. നിങ്ങളോട് ഞാൻ സത്യം പറയാം. എന്റെ കൂടെ വന്നത് പ്രബലം വക്കീല. അത് സത്യ. ഞാനൊന്ന് പറയട്ടെ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞുറപ്പിച്ച സമയത്ത് അയാൾ എന്നെ കാണാൻ വന്നത്. സ്ഥലമിടപാടിന്റെ ABCD പോലും അറിയാത്ത എന്നെ നിങ്ങൾ പറ്റിക്കാതിരിക്കാൻ അയാളും കൂടെ വരാമെന്ന് പറഞ്ഞു. ബന്ധുവാന്ന് പറയാൻ പറഞ്ഞതും അയാളാ. നിയമം അറിയാവുന്ന ഒരാൾ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. അല്ല നിങ്ങൾ പറയുന്ന പോലെ എന്തുവാ അത്? അതൊന്നും എനിക്കറിയില്ല. നീ അറിയാതെ എങ്ങനെയാണ് കോടതി പണ്ടാരം പിടിച്ച പേര് എന്തോന്നാണോ? അത് തന്നെ ചാണ്ടിച്ച. യവൻ പറയുന്നത് നേരാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതു താല്പര്യ ഹർജിയിന്മേൽ കോടതിക്ക് അമ്മയ്ക്കസ്ക്യൂരിയെ വയ്ക്കാം. പ്രബലൻ വക്കീലായതുകൊണ്ട് അങ്ങനെയും സംശയിക്കാം. അയാൾ ഈ പൊതു താല്പര്യ ഹർജി പോലുള്ള കാശില്ല കേസുകളുടെ ആശാന. അപ്പൊ ഇത് കേസാവോ? അറിഞ്ഞാ ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടിച്ചായം കൊടുക്കില്ലേ? ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? നീയും കൊടുക്കും. എന്തായി? പ്രബലം വക്കലിന്റെ വീട് കണ്ടുപിടിച്ചു. പക്ഷേ അയാൾ ഫാമിലിയായിട്ട് മുങ്ങിയിരിക്കുക. എവിടെ പോയെന്ന് അയൽക്കാർക്ക് ആർക്കും അറിയില്ല. ഉടനെ അത് വന്ന് ബോധിപ്പിക്കാൻ വന്നേക്കണം. നല്ല ഉത്തരവാദിത്തം. പോയി അവന്റെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും വീട് തപ്പിപ്പിടിച്ച് അവനെ കണ്ടുപിടിക്കാൻ നോക്ക്. അവനെ കൊണ്ട് ഇവിടെ വരാവൂ. ചെല. നാളെ ആ റിപ്പോർട്ട് കോടതിയിൽ എത്തിയാൽ ആകെ പ്രശ്നമാണ്. അമ്മയ്ക്കസ്ക്യൂരി എക്സ്ട്രോർഡിനറി ജൂറിസ്ഡിക്ഷന്റെ പരിധിയിൽ വരുന്നതാ. ജഡ്ജിക്ക് എന്തും ചെയ്യാം. മെസ്സഞ്ചർ വഴി നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. പോലീസിനെ കോടതിയിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് വരെ നടത്താം. സത്യം ബെല്ലടിക്കുന്ന കേട്ടില്ലേ? ഈ കേസോടെ പ്രബലം വക്കീൽ പേരെടുക്കുന്ന ഓർക്കുമ്പോഴാ ഒരെണ്ണം അടിച്ചിട്ട് തന്നെ കാര്യം. ആ മിശ്രയാ നാളെ സ്ഥലം എഴുതാൻ വരട്ടെ എന്ന് ചോദിക്കാനാ ഇയാളെ കൊണ്ട്. ചാണ്ടിച്ച ഇങ്ങനെ വെറും വയറ്റി കുടിച്ചോണ്ടെന്ന പ്രശ്നമാ. എനിക്ക് അത്ഭുതം ഉണ്ടെന്ന് അറിയില്ലേ? ഇവിടെ ചിക്കൻ ഫ്രൈ ഇല്ലേ? അയ്യോ ജോസേ, ഇപ്പൊ സാറിന്റെ ആരോഗ്യം നോക്കേണ്ടത് നമ്മളാ. ഇനി സാറേ ഉള്ളു നമ്മളെ രക്ഷിക്കാൻ. പോയി ചിക്കൻ ഫ്രൈ വാങ്ങിച്ചോടെ. ചാണ്ടിച്ചായ നമ്മൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കൂട്ടുപ്രതികളെയൊക്കെ വിളിക്കേ. എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അല്ലേ? അതെ. ഹലോ. സംഗതി സത്യ. ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാരും അകത്തു പോകും. നീ ഒരുത്തനായതിനൊക്കെ കാരണം. വരുന്ന വക്കീലാണെന്ന് ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ? ചേട്ടാ, ഞാൻ അറിഞ്ഞോ അയാള്. ഞാൻ ഇല്ലായിരുന്നെങ്കിലും കോടതി ഉത്തരവ് പ്രകാരം അയാൾ നിങ്ങളെ കുടിക്കുകയാണേ. ഞാൻ ഉണ്ടായിരുന്നോണ്ട് ഞാനിപ്പോ 1-ാം പ്രതിയായില്ലേ? ഇല്ല, ചാണ്ടിച്ച 1-ാം പ്രതിയാവില്ലായിരുന്നോ? ഞാൻ ഉണ്ടാക്കിയ രേഖകൾ വ്യാജമാണെന്ന് കോടതിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയല്ലെന്ന് പറയുകയും ചെയ്തു. ഇനി ജഡ്ജിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? താനെന്തിനാണോ ജഡ്ജിന്റെ മുഖത്ത് നോക്കണേ? അതും ശരിയാ. നാളെ ഭാര്യയുടെ പേരിലെ ഫൈനാൻസ് കമ്പനി തുടങ്ങുന്നതിന്റെ സന്തോഷത്തിലിരുന്നതാ. എല്ലാം പോയി. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? ചാണ്ടിച്ച അതെ, നമുക്ക് ഈ രജിസ്റ്റർ ചെയ്താ രജിസ്റ്റർ ബുക്ക് അങ്ങ് നശിപ്പിച്ചാലോ? അതൊന്നും ശരിയാവില്ല. ബുക്കിനൊക്കെ സീരിയൽ നമ്പർ ഉള്ളതാ. സെക്ഷൻ 201 കുറ്റകൃത്യത്തിന് പുറമെ തെളിവ് നശിപ്പിച്ചതിന് പ്രശ്നം കൂടുതൽ വഷളാവും. ചിക്കൻ ഫ്രൈ ഇതുവരെ വന്നില്ലേ? അതെ, ഞങ്ങൾ എല്ലാരും കൂടെ നാട് വിട്ടാലോ? 82 CRPC, 83 CRPC,
ഇത് രണ്ടും ഉറപ്പാ. പിന്നെ നാളെ മുതൽ പത്രത്തിൽ പടം വരും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ പോലീസുകാർ പൊക്കുകയും ചെയ്യും. പോലീസ് എപ്പോഴും എത്തിയോ? താൻ ഈ അലാറൊക്കെ അടിച്ചോണ്ട് വന്ന് മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇനി പോലീസ് ജീപ്പിന്റെ മുന്നിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവസാനത്തെ വരവൊന്ന് ആഘോഷിച്ചതാ. ഇയാളുടെ ഒരു അല്ല, ഞാൻ ഈ ID കാർഡുകൾ അറ്റസ്റ്റ് ചെയ്തു എന്നല്ലേ ഉള്ളൂ. സെക്ഷൻ 34, സെക്ഷൻ 120B കുറ്റകൃത്യത്തിൽ ചെറിയ പങ്കുള്ളതും കുറ്റം ചെയ്യുന്നതിന് തുല്യമാ. പിന്നെ കുറ്റകരമായ ഗൂഢാലോചന, അതും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത്. ഇതൊക്കെ അറിയാത്ത എവിടത്തെ പോലീസാണ്. കുറ്റവും ശിക്ഷയൊക്കെ പറഞ്ഞുകൊണ്ട് താൻ ഇങ്ങനെ കള്ളു കയറ്റിക്കൊണ്ടിരിക്കുക. ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ചാണ്ടിച്ച. 468, 420, 120B അങ്ങനെ നിറയെ വകുപ്പുകളാ. എല്ലാരും അകത്താവുക ഉറപ്പാ. പിന്നെ ഫ്ലാറ്റ് കേസ് കൂടി ആവുമ്പോ ചാണ്ടിച്ചാന്റെ കാര്യം ഏതാണ്ട് തീരുമാനമാവും. ഇതിന്റെ കൂടെ ഇരുമ്പന ശ്രീകുമാരനെ കൊന്ന കാര്യം ഈ ചാണ്ടിച്ചായൻ ആ അമിക്കസ് അയാളില്ലേ, അയാളോട് പറയുകയും ചെയ്തു. അതും പറഞ്ഞു. 302 IPC, അതും ബ്രൂട്ടൽ ആൻഡ് കോൾഡ് ബ്ലഡഡ് മർഡർ. കൊലക്കാരെന്ന് ഊരി തരാൻ ഞാൻ കുറെ വേർക്കേണ്ടി വരും. ചിക്കൻ ഫ്രൈ വന്നില്ലേ? എനിക്കറിഞ്ഞൂടാ. ചാണ്ടിച്ചായ, എന്ത് വില കൊടുത്തും നമുക്ക് ഈ കേസ് ഒതുക്കിയേ പറ്റൂ. മറ്റൊരു വഴിയും കാണാത്ത സ്ഥിതിക്ക് നമുക്ക് ജഡ്ജിയെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ? സുപ്രീം കോടതി ജഡ്ജിമാരുടെ വല്ല ശുപാർശക്കത്തും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ഒരു സാമ്പിൾ സിഗ്നേച്ചർ കിട്ടിയാൽ മതി. എന്റെ ചേട്ടൻ ഇങ്ങനെ കുറെ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. കൂടുതൽ കുഴപ്പിക്കല്ലേ ചാണ്ടിച്ചായ. ചാണ്ടിച്ചായൻ ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ. ചാണ്ടിച്ചായൻ എല്ലാ ബന്ധങ്ങളും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കണം. മിശ്രയായിരിക്കും. അല്ല, എണ്ണച്ചെട്ടിയാരാ. സ്ഥലത്തിന്റെ കാര്യത്തിനാ. ഹലോ, അദ്ദേഹത്തിന് ഹൈ BP യാ, കൊടുക്കാൻ പറ്റില്ല. ഒരു ചാണ്ടിയാ. ഞാനാ എന്നെ ലോകത്തെ ഏറ്റവും നല്ല സുഖവാസ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് SP ആണ് DYSP ആണെന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ കയ്യിൽ ഫോൺ കൊടുത്തില്ലേ? അവരെ ആരെങ്കിലും വിളിക്കേ. SP? ഹലോ സാർ, ചാണ്ടിയ. എല്ലാം സുഖമായിരിക്കുന്നു. പക്ഷെ അതിനിടെ ചെറിയൊരു പ്രശ്നം. കോടതിയിൽ നിന്നൊരു അമിക്കസ് ക്യൂരി. സാറേ, അമിക്കസ് ക്യൂരി വന്ന് എനിക്കെതിരെ തെളിവെടുത്തോണ്ട് പോയി. അത് ഹലോ ഹലോ കട്ട് ചെയ്തു. ഒന്നുകൂടെ ട്രൈ. സ്വിച്ച് ഓഫ് ചെയ്തു. SP ഫോൺ ഓഫ് ചെയ്തു. DYSP വിളിക്കേ. നമ്മൾ ആരെ സഹായിക്കാൻ പോകുന്നറിയല്ലോ. വിളിക്കേ. DYSPയുടെ പുതിയ ഫോൺ നമ്പർ ജോസിന്റെ ആണല്ലോ. ജോസേ, ചിക്കൻ ഫ്രൈ വാങ്ങാൻ പോയ ജോസിനെ കാണുന്നില്ലല്ലോ. പരിധിക്ക് പുറത്താന്ന്. ജോസും സാരമില്ല ചാണ്ടിച്ചായ, അവനെ പോലീസ് പൊക്കിക്കോളും. പ്രബല വക്കീലിനെ അന്വേഷിച്ചു പോയ അവന്മാരെയും കാണുന്നില്ലല്ലോ. അവന്മാരും മുങ്ങി കാണും. ഷുവർ. ഇനി നമ്മൾ എന്ത് ചെയ്യും? വക്കീലേ, അമ്മയ്ക്ക് സ്കൂരി ഇനി പറഞ്ഞില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതല്ലേ. കോടതി വരട്ട് ചാണ്ടിച്ചായ, പരമാവധി കുറ്റം ഞാൻ ഏറ്റെടുക്കാം. മോനെ,
മാത്യു സർ. ഹലോ. മൈ വാച്ച് ഈസ് 5 minutes സ്ലോ. ഇറ്റ്സ് യുവർ പ്രോബ്ലം. എന്റെ സമയം പോലും തന്റെ കയ്യിലാ അലക്സേ. കോൾ മീ ഡോക്ടർ അലക്സാണ്ടർ വർമ്മ. ഡോക്ടർ അലക്സാണ്ടർ വർമ്മ. എന്ത് ഡോക്ടർ? എവിടുത്തെ ഡോക്ടർ? കുറച്ചു കാലം മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങി നടന്നു. നിന്നെ കുറച്ചു നാൾ ഞങ്ങളവിടെ പഠിപ്പിച്ചു എന്ന് വെച്ച് ഡോക്ടർ ആവുമോ? നിന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ മോനെ? പ്രോബ്ലം. എല്ലാം നേരത്തെ പഠിച്ചു എന്ന് തോന്നിയത് കൊണ്ടാവും അവരെന്നെ നേരത്തെ പറഞ്ഞു വിട്ടത്. ഇല്ലെങ്കിൽ ഇവന് ഇനിയും പഠിച്ചിട്ട് കാര്യമില്ലെന്ന് അവർ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ആകാനായിരിക്കും ചാൻസ്. അങ്ങനെ ആകാനായിരിക്കും ചാൻസ്. യെസ്, അങ്ങനെ ആകാനായിരിക്കും ചാൻസ്. യെസ്. യെസ്. ഈ ബുക്ക് ഞാൻ എടുത്തോട്ടെ. ഏത്? ഇന്റർമീഡിയറ്റ് ആൾജിബ്ര. ഓക്കെ ഓക്കെ. ഇതൊരെണ്ണം തരാമോ? ഏത്? വൈൻ. ഞാൻ നോർമൽ അല്ലെന്നറിയാമല്ലോ. അതുകൊണ്ടാ തരാത്തെ. എന്നാ ഇതൊരെണ്ണം തരാമോ? ഏത്? ഫോട്ടോ. എന്തിനാ? To keep memories alive. ഓ. To keep memories alive. To keep memories alive. To keep memories alive. അലക്സ്. Yes. ഇതാരാണെന്ന് നോക്കിയേ. മനസ്സിലായോ? Yes. എന്നാ പറയൂ, ആരാ? No. Yes. Yes. Rajesh Kulkarni. രാജേഷ് കുൽക്കർണി. Rajesh Kulkarni. Sit down. 0.5 mg की पकड़. ഓക്കെ ഓക്കെ ഓക്കെ. 1 mg bus spin. ഓക്കെ. Okay. Then number 10. നമ്പർ 10. Number 10. Deepak. യെസ്, ദീപക്. Adum he can you can bring down. Okay. റൈറ്റ് റൈറ്റ്. Then ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? then ഡോക്ടറുടെ മുറിന്ന് ഞാൻ എടുത്ത ബുക്കില്ലേ മിസ്റ്റർ സ്റ്റേജിന്റെ ഇന്റർമീഡിയറ്റ് ആൾജിബ്ര. I finished that. ഓ, അവിടെ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിരുന്നോ? ഓക്കെ. What's algebra? You know what's algebra? Algebra? Huh? ഇവരെ Don't know algebra. Algebra is just study of the general properties of numbers, particularly the real numbers. Algebra is just study of the general properties of numbers, particularly the real numbers. Algebra is just study of the general properties of numbers, particularly the real numbers. ഗുഡ് മോർണിംഗ് സർ. എന്ത് പറ്റി സാർ? ഒരു കള്ള തെണ്ടി കയറി ഇവിടെ ആകെ അടിച്ചു പിടിച്ച് നശിപ്പിച്ചിരിക്കുക. ഹോസിനി സാർ ആകെ തകർന്നിരിക്കുക. അല്ലിപ്പോ പിടി ആരെന്ന് കിട്ടിയ വല്ലതും കിട്ടിയില്ല. 10 കാശ് ഇവിടുന്ന് പോയിട്ടില്ല. പോലീസുകാർ സ്റ്റാഫിനെയൊക്കെ മാറി മാറി ചോദ്യം ചെയ്തോണ്ടിരിക്കുക. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ ആ നായിന്റെ മോൻ. നശിച്ച് നാറാണക്കല്ലെടുക്കും. നീ ഒരാളായിട്ട് ചുമ്മാ പിന്നെ അല്ലാതെ ആ പാവം ലക്ഷക്കണക്കിന് കാശ് മുടക്കി ലോകം മുഴുവൻ നടന്ന് നിരങ്ങി വലിഞ്ഞുണ്ടാക്കിയതാ ആ ദുഷ്ടൻ ഒരൊറ്റ രാത്രി കൊണ്ട് അടിച്ചു പൊളിച്ചത്. അറിയോ? ആ പാവം ഇരുന്ന് കരയുന്നത് കണ്ടോ? ഓഹോ സിനിസ. ഓഹോ സിനിസ. ഓ സിനിസ. എന്റെ കാശു സാർ, പോലീസിന്റെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്.
പ്ലേറ്റ് അവന്റെ മുഖം എനിക്ക് ഓണു കാരണം അവന്റെ കളി നമ്മളോടാ. ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. വാ സർ, അവൻ ഈ ഓഫീസ് അടിച്ച് നശിപ്പിച്ചതുപോലെ അവനെ പോലീസിനെ കൊണ്ട് ചവിട്ടി ചമ്മന്തിയാക്കി ഇടിച്ച് നശിപ്പിക്കണം ബോസ്. പോലീസ് नहीं मारेगा इसे मैं मारूंगा मैं സർ, ഇവരെ അല്ലാണ്ട് പിന്നെ ചുമ്മാ ഇരിയെടേ, ചുമ്മാ ഇരി, ചുമ്മാ. എവിടെ പോണ്? തൊണ്ട വെള്ളം വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണത് ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? मास्क निकाल निकाल ഇതെന്തോ മഹിമായി? Yes.